نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب. അപ്പോൾ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹുവിൻ്റെ മുനസ്സലത്തായ ആയത്തുകൾ അഥവാ അവൻ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇറക്കി തന്നിട്ടുള്ള വചനങ്ങൾ അത് ഉൾക്കൊള്ളുന്നതിന് ഒരു പശ്ചാത്തലം ഒരുക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹുവിന്റെ ആയാത്തുൻ ഉഫുഖിയ അല്ലെങ്കിൽ ആയാത്തുൻ കൗനിയ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ എന്നത് സഅദി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അള്ളാഹിന്റെ ഇത്തരത്തിലുള്ള ആയാത്തുൻ കൗനിയത്ത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഫ്ആലുകളെ സംബന്ധിച്ച് അവൻ ചെയ്തു വെച്ചിരിക്കുന്ന മഹത്തായ കൃത്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ അത് നമുക്ക് അറിയിച്ചു തരും. അപ്പോ സ്വാഭാവികമായും അവന്റെ ഗ്രന്ഥങ്ങളിൽ അവൻ നൽകുന്ന അഹ്കാമുകൾ അത് അവാമിറുകളാകാം, നവാഹികളാകാം, അല്ലെങ്കിൽ അഖ്ബാറുകളാകാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വരുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. ഇതാണ് അതിന്റെ പിന്നിലുള്ള രീതി. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, അഫലം യൻദുറു. അതല്ലാതെ പരസ്പരം ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പെറുക്കി വെച്ചതാണ് എന്ന് ചിലർക്ക് തോന്നാം. അത് വിഷയത്തെ അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് ഉള്ളൊരു തോന്നലാണ്. മറിച്ച് ഇവിടെ സൂറത്ത് ഖാഫിലോ അതല്ലെങ്കിൽ മറ്റ് അധ്യായങ്ങളിലോ ഉള്ള ഇത്തരം പരാമർശങ്ങൾ അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങൾ ഇങ്ങനെ പെറുക്കിയെടുത്ത് പറഞ്ഞു പോവുകയാണ് എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അതിന്റെ പശ്ചാത്തലത്തിൽ ആ വിഷയങ്ങളെ തമ്മിൽ കോർത്തിണക്കുന്ന ഒരു സീക്വൻസ് അവിടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇവിടെ അഫലം യൻദുറു എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. അഫലം യൻദുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ലമ്മാ സക്കറ തആല ഹാലത്തൽ മുകദ്ദിബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ ലമ്മ അല്ലാഹു തആല അവിടെ അള്ളാഹ് എന്നുള്ളത് ആവർത്തിച്ചിട്ടില്ല, കാരണം മഫ്ഹൂമാണ്. ദക്കറയിൽ അതിന്റെ ലമീറുണ്ട്.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അവന്റെ ഉലൂവ് സൂചിപ്പിക്കും. ചിലപ്പോൾ അവനെ തസ്ബീഹ് ചെയ്യും, ചിലപ്പോൾ സുബ്ഹാനഹു വ തആല എന്ന് പറയും, ചിലപ്പോൾ ഉലൂവ് മാത്രം പറയും, തആല എന്ന് പറയും. ചിലപ്പോൾ ആ ഉലൂവിലേക്ക് അവന്റെ ദിക്റുകൾ ചേർത്ത് പറഞ്ഞു വരും, തആല ദിക്റുഹു എന്ന് പറയും. ഇതൊക്കെ വ്യത്യസ്തമായ ശൈലികളാണ്. അത് ഓരോരോ മുഫസ്സിരീങ്ങളിൽപ്പെട്ട ഓരോരുത്തർക്കും അവരുടേതായ ശൈലി ഉണ്ടാകും. സഅദി അധികവും ഇങ്ങനെ ഉലൂവിലേക്ക് മാത്രം സൂചിപ്പിച്ചാണ് പോവുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചപ്പോൾ എന്താണ് അല്ലാഹു പരാമർശിച്ചത്? ഹാലത്തുൽ മുകദ്ദിബീൻ, കളവാക്കിയ ആളുകളുടെ അവസ്ഥ. മുകദ്ദിബീൻ അൽ മുകദ്ദിബീന ലിർറുസുൽ, മുർസലീങ്ങളെ കളവാക്കിയ ആളുകൾ. ഈ തക്ദീബ് പറയുമ്പോൾ സാധാരണ അങ്ങനെയാണ്, അതിലേക്കാണ് ചേർക്കുക മുകദ്ദിബീന ലിർറുസുൽ. അപ്പൊ എല്ലാം വന്നു. മുർസലീങ്ങളെ കളവാക്കുക എന്ന് പറഞ്ഞാൽ മുർസലീങ്ങൾ അവരെ കളവാക്കിയാൽ അവർ കൊണ്ടുവന്ന കാര്യത്തെ കളവാക്കി. അപ്പൊ അത് അള്ളാഹുവിനെ കളവാക്കലാകും, അതുപോലെ അവൻ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥത്തെ കളവാക്കലാകും, അതുപോലെ തന്നെ ആ ഗ്രന്ഥവുമായി വന്നിട്ടുള്ള നബിമാരെ കളവാക്കലാകും, എല്ലാം ഉൾപ്പെടും. അതുകൊണ്ട് സാധാരണ തക്ദീബ് എവിടെ നിങ്ങൾ നോക്കിക്കോളൂ, അധികവും ഇങ്ങനെയാണ് ഉണ്ടാവുക, അൽ മുകദ്ദിബീന ലിർറുസുൽ. അപ്പൊ മുർസലീങ്ങളെ കളവാക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ചില ബന്ധങ്ങള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ഖൈദുകള്, അതിന് പറയാം ഖൈദ് എന്നാണ്. ഇങ്ങനെയുള്ള ചില ഖൈദുകള് ഉപയോഗിച്ചു കഴിയുമ്പോൾ അതിന് ചില അർത്ഥങ്ങളുണ്ട്. അത് അവരുദ്ദേശിക്കുന്ന അളവോളം എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഖൈദ് കൊടുക്കുന്നത്. അപ്പൊ മുകദ്ദിബീന ലിർറുസുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാവും, എല്ലാം അതിൽ ഉൾപ്പെടും. അപ്പൊ മുകദ്ദിബീങ്ങളുടെ അവസ്ഥ, ആദ്യം അവര് കളവാക്കിയത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നബിയെ പറഞ്ഞയച്ചു തരും, അങ്ങനെ ഉണ്ടാകും. നബിമാരെ അള്ളാഹ് നിയോഗിക്കുകയാണെങ്കിൽ മലക്കുകളെയല്ലേ അയക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത്. പിന്നെ അത് തുടങ്ങിയിട്ട് അതിൽ നിന്ന് പിന്നെ അവര് ഈ നബി, എന്നിട്ട് ആ നബി വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ മരിച്ചു മണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരും, പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നാണല്ലോ പറഞ്ഞത്. അത് റജുലുൻ ബഈദ്. അങ്ങനെ തുടങ്ങി. പിന്നെ അള്ളാഹിനെ സംബന്ധിച്ച് പിന്നെ അള്ളാഹ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയാണെങ്കിലും ആ അള്ളാഹിനെ കുറിച്ച് അവരുടെ സങ്കല്പത്തിലുള്ള ഏത് തരത്തിലും സ്വാധീനിക്കുവാനോ അല്ലെങ്കിൽ മധ്യസ്ഥന്മാരെ ഇടപെടുത്തുവാനോ അതല്ലെങ്കിൽ ശുപാർശക്കാരെ കൊണ്ട് പറയിപ്പിക്കാനോ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു അള്ളാഹിനെ അവർക്ക് വേണ്ടു. ആ അള്ളാഹ് അല്ലാത്ത തരത്തിൽ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത, ശുപാർശക്ക് വഴങ്ങാത്ത, പരമാധികാരിയായിട്ടുള്ള എല്ലാ മുൽക്കും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളുള്ള ഒരു റബ്ബിനെ കുറിച്ച് അവർക്ക് വേണ്ട. അപ്പൊ അതിനെ കളവാക്കും. ഇങ്ങനെ അവർ കളവാക്കി വരിക എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. അത് വന്നപ്പോ വമാ ദമ്മഹും ബിഹി, വമാ ഒരു കാര്യം കൂടി അല്ലാഹു പറഞ്ഞു, ദമ്മഹും അവരെ അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ട്, ബിഹി ആ കാര്യം കൊണ്ട് അള്ളാഹു. അപ്പൊ അവരുടെ അവസ്ഥ പറഞ്ഞു. അതുപോലെ തന്നെ അവരെ ആക്ഷേപിച്ചിട്ടുള്ള കാര്യം അവര് ഫഹും ഫി അംരിൻ മരീജ്. ഒറ്റ വാക്കില് നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ കാര്യം ഇൽത്തിറാബിലാണ്. അവരുടെ കാര്യം ഒരു സ്ഥിരതയില്ലാത്ത, എല്ലാം കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന, ഒരു വ്യക്തതയില്ലാത്ത, ഒരു സ്ഥിരതയില്ലാത്ത, എല്ലാം കൂടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത്. അതാണ് മാ ദമ്മഹും ബിഹി. അപ്പൊ ഇതിന്റെ തൊട്ടു മുമ്പത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ് യാതൊന്ന് ദമ്മഹും, അള്ളാഹു അവരെ അധിക്ഷേപിച്ചിരിക്കുന്നു, ദമ്മയതുമ്മു ബിഹി ആ കാര്യം കൊണ്ട്. ആ കാര്യം ഫഹും ഫി അംരിൻ മരീജ് എന്നുള്ളതാണ്. കാരണം സിദ്ഖ് ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സിദ്ഖ് അതിന്റെ ഈൽഡ് എന്താന്ന് ചോദിച്ചാൽ അയാൾക്ക് വ്യക്തത ഉണ്ടാവും, അയാൾ സ്ട്രെയിറ്റ് ആയിരിക്കും. ആ സിദ്ഖിന് പകരം കദിബാണ് ഒരാളുടെ മനസ്സിലുള്ളതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വുളൂഹ് ഉണ്ടാവില്ല. ആ വുളൂഹിന് പകരം ഗുമൂൽ, വ്യക്തത ഉണ്ടാവില്ല. ഒരു കാര്യങ്ങളിലെല്ലാം അവ്യക്തതയായിരിക്കും. അതുപോലെ തന്നെ അവർ സ്ട്രെയിറ്റ് ആവില്ല. അവരുടെ കാര്യം മുഴുവനും എഴുവിജാജിലായിരിക്കും, വക്രതയിലായിരിക്കും. അവർ ലാ യസ്തഖീമു ലഹും അംറു, അവരുടെ ഒരു കാര്യം ഇസ്തിഖാമത്തിലായിരിക്കൂല, ആകെക്കൂടെ മരീജായിരിക്കും, കൂടിക്കുഴഞ്ഞിട്ടാണ് അവരുടെ കാര്യങ്ങൾ കിടക്കുക. ഇത് അവരെ ആക്ഷേപിച്ചിട്ടുള്ളതാണ്. ഈ കാര്യവും പറഞ്ഞതിന് ശേഷം ഇതുവരെ വന്ന കാര്യങ്ങളെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാനാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഈ 6 ആയത്തുകൾ വരെയുള്ള കാര്യങ്ങൾ 7ാമത്തെ ആയത്തുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്നാണ് ഇപ്പൊ ഇതിൽ നിന്ന് കിട്ടിയത്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരെ വിളിച്ചു.
അവരെ ക്ഷണിച്ചു ഇലൻ നളർ ഫി ആയാത്തിഹിൽ ഉഫുഖിയ്യ, അവന്റെ ആയാത്തുൽ ഉഫുഖിയ്യത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി. അന്നളർ, നളറ എന്നുള്ളതിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. കണ്ണുകൊണ്ട് നോക്കണേന് നളറ എന്ന് പറയും. ആ നോട്ടം കണ്ണുകൊണ്ടല്ല, ഒരാളുടെ അകക്കണ്ണുകൊണ്ട് നോക്കുന്ന നോട്ടത്തിനും നളറ എന്ന് തന്നെ പറയും. ഇവിടെ നളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാധാരണ നളറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കുക എന്നാണ്. അകക്കണ്ണുകൊണ്ട് നോക്കുക എന്ന് പറയുമ്പോൾ അത് ചിന്തിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ വഫീഹി നളറുൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തോട് എനിക്കൊരു വിയോജിപ്പുണ്ട് എന്നാണ്. എനിക്ക് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഫീഹി നളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ മാതിരി അങ്ങനെ നിരുപാധികം വകവെച്ച് തരാവുന്നൊരു വിഷയമല്ല. അത് വിശകലനം ചെയ്യേണ്ടതാണ്. അതിൽ എതിരഭിപ്രായങ്ങൾ എനിക്ക് റൈസ് ചെയ്യാനുണ്ട് എന്നാണ് വഫീഹി നളർ. അതാണ് സാധാരണഗതിയിൽ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ വരിക. അപ്പൊ ആ വാക്ക് ഒക്കെ ഒന്ന് തന്നെയാണ്. ഒറിജിൻ അതിന്റെ റൂട്ട് വേർഡൊക്കെ നളറ എന്നുള്ളൂ. നമ്മൾ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കി എന്നുള്ള നോട്ടത്തിൽ തന്നെയാണ്. അപ്പൊ അള്ളാഹ് അവരെ ക്ഷണിച്ചത്, അള്ളാഹ് അവരെ വിളിക്കുന്നത് അവര് ബുദ്ധി ഉപയോഗിക്കണം, അവര് ചിന്തിക്കണം എന്നതാണ്. ഏതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കേണ്ടത്? ഫി ആയാത്തിഹിൽ ഉഫുഖിയ്യ, അള്ളാഹിന്റെ ആയാത്തുൽ ഉഫുഖിയ്യ, അവന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക്, അടയാളങ്ങളിലേക്ക്. ആ അടയാളങ്ങൾ ഉഫുഖിൽ അഥവാ ഈ ചക്രവാളത്തിൽ, ഈ പ്രപഞ്ചത്തിൽ അവൻ സ്ഥാപിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഷെയ്ഖ് സാദി പറയുന്ന ഈ ഉഫുഖിയ്യ എന്ന് പറഞ്ഞാൽ മറ്റ് തഫ്സീറുകളിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തന്നെ വേറെ ചില ഭാഗങ്ങളിൽ കൗനിയ്യ എന്ന് പറയുന്ന അതേ കാര്യമാണ്. അതിന്റെ ഒരു പര്യായം എന്നുള്ള രൂപത്തിലാണ്. ശരിക്കും ഉഫുഖ് പറഞ്ഞാൽ കുറച്ചും കൂടി പരിമിതമായ അർത്ഥ സത്യത്തിലുള്ളൂ. ഉഫുഖ് ആഫാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്രവാളം എന്നുള്ള അർത്ഥത്തിലാണ് വരിക. ഉഫുഖ് അതിന്റെ ബഹുവചനമാണ് ആഫാഖ്, ചക്രവാളം എന്നുള്ള അർത്ഥത്തിൽ. അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നതിലേക്ക് അവരെ വിളിച്ചു. എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? കൈ എഴുത്തബിറു, എഴുത്തിബാറിന് വേണ്ടിയിട്ടാണ്, ഇബറത്ത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. ഇബറത്ത് അബറ യഅ്ബുറു വാക്കാതാണ്. അബറ യഅ്ബുറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട്. ശരിക്ക് ക്രോസ് ചെയ്ത് പോകുന്നതിനാണ് പറയാ. അബറ യഅ്ബുറു, മുറിച്ചു കടന്നു പോയി. പിന്നെ സാധാരണഗതിയിൽ ഒന്ന് പാൻ എന്നുള്ള അർത്ഥം വരുന്നിടത്തൊക്കെ ഒരു അറബിയിൽ ഈ വാക്ക ഉപയോഗിക്കുക. ഇപ്പോ ഒരു കുറെ ഇതുണ്ടെങ്കിൽ, കുറെ ഭൂഖണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ ആ ഭൂഖണ്ഡങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്നത് പാൻ കോണ്ടിനെന്റൽ എന്നൊക്കെ പറഞ്ഞ ആ അർത്ഥത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ അബ്ര എന്നാണ് സാധാരണ പ്രയോഗിക്കുക. അതല്ലെങ്കിൽ ഒരു വഴി, അത് മുഖേന, അത് വഴി എന്ന് പറയേണ്ടിടത്തും അബ്റൽ ഖനവാത്ത് അവിടെയൊക്കെ ഈ വാക്കാണ് ഉപയോഗിക്കുക. അതിന് അതിന്റെ ഇഫ്താല വസനിലേക്ക് എടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അബറ എഴുത്തബറ എന്ന് പറയുകയാണെങ്കിൽ ഇബറത്ത് സ്വീകരിച്ചു. ഇബറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണപാഠം എന്നുള്ളതാണ്. ഇന്ന ഫീദാലിക്കൽ ഇബറത്തൻ, തീർച്ചയായും അതിൽ ഇബറത്തുണ്ട്, ഗുണപാഠമുണ്ട്. അപ്പൊ എഴുത്തബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണപാഠം ഉൾക്കൊണ്ടു. അതല്ലെങ്കിൽ പിന്നെ എഴുത്തബറക്ക് സാധാരണ അതല്ലാതെ നമ്മളെ ഭാഷയിൽ എഴുത്തബറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഗണിക്കുക എന്നുള്ള അർത്ഥം, അതാണ് വരിക. എഴുത്തബറ എന്ന് പറഞ്ഞാൽ പരിഗണിച്ചു. ഒരു കാര്യത്തെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതിന് എഴുത്തിബാർ, അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നിടത്തൊക്കെ എഴുത്തിബാർ എന്നുള്ള കാര്യമാണ് പറയാ. പക്ഷെ ഇവിടെ നമ്മൾ വരുമ്പോൾ ഗുണപാഠം എന്നുള്ളത് ഫഅ്തബിറു യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളൂ എന്ന് പറയുന്ന എഴുത്തബറയാണത്. അതുകൊണ്ട് കൈ എഴുത്തബിറു, അവരതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അവരതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി അല്ല പറഞ്ഞത്. വയസ്തദില്ലു ബിഹ, അതിനെ അവർ തെളിവാക്കണം. ഇസ്തദല്ല യസ്തദില്ലു, തെളിവ് പിടിക്കുക. ദലീലുൻ എന്നുള്ളതാണ്. ദല്ല യദുല്ലു വാക്കതാണ്. ദല്ല, ദാല് രണ്ട് ലാമ്. ദല്ല എന്ന് പറഞ്ഞാൽ അറിയിച്ചു എന്നാണ്. ഒരു സംഗതിയെ അറിയിച്ചു, ഒരു കാര്യത്തെ കുറിച്ചു. ദലീലുൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കുറിക്കുന്നത്, അതാണ് അതിന്റെ തെളിവ്, അതാണ് ദലീല്, അതില്ലത്ത്. ഇസ്തദല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനുള്ള തെളിവ് പിടിച്ചു, തെളിവാകാൻ ആവശ്യപ്പെട്ടു പറഞ്ഞാൽ തെളിവ് പിടിച്ചു. ഇസ്തദല്ല, അതുകൊണ്ട് അതിനാൽ ഇസ്തദില്ലു, അവര് തെളിവാക്കണം. ബിഹ, ആ ദൃഷ്ടാന്തങ്ങളെ. ഏതിന് തെളിവാക്കണം? അലാമ ജുഇലത്ത് അദില്ലത്തൻ അലൈഹി, അലാമ ഒരു കാര്യത്തിന്, ജുഇലത്ത് ആ
കാര്യങ്ങളെ ആക്കപ്പെട്ടിട്ടുണ്ട്, അതില്ലത്തൻ അലൈഹി, അതിനുള്ള തെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ദൃഷ്ടാന്തങ്ങളെ ഏതൊന്നിനുള്ള തെളിവാണോ ആക്കിയിട്ടുള്ളത് അതിനുള്ള തെളിവായിട്ട് കാണണം, അല്ലാണ്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു പ്രശ്നം, ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹിന്റെ വുജൂദിനെ കുറിച്ച്, അവന്റെ അളമത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ ഈ മനുഷ്യൻ ഈ ഭൂലോകത്ത് ജീവിക്കുന്നതിന് അവന് ചില ലക്ഷ്യങ്ങളും ചില ദൗത്യങ്ങളും നിശ്ചയിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെങ്ങോട്ട് അയച്ചിട്ടുള്ളത്, വെറുതെ വിട്ടതല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് അവൻ മരിച്ചാൽ അവന്റെ ജീവിതം അവസാനിക്കുകയല്ല, അവൻ ശരിയായ അവന്റെ ജീവിതത്തിലേക്ക് പോവുകയാണ്. അവിടെ ചോദ്യമുണ്ട്, അവിടെ അവന്റെ ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരും എന്നിത്യാദി കാര്യങ്ങളുണ്ടല്ലോ. അതിന് ഇതിനെ തെളിവാക്കണം എന്നുള്ളതാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അങ്ങനെ പുതിയ പുതിയ പ്രതിഭാസങ്ങൾ തെളിവുകളായിട്ട് അള്ളാഹു ഇറക്കുമ്പോൾ, ഇതിൽ ജനങ്ങൾ വീഴ്ച വരുത്തുമ്പോൾ അവരെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ ഇറക്കുന്നത്. വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ. ദൃഷ്ടാന്തങ്ങളെ നാം അയക്കുന്നത് മനുഷ്യര് ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ നടക്കുമ്പോൾ അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇന്ന് എന്ത് ചെയ്യാണ്, മാ യസ്തദില്ലൂന അലാ മാ ജുഇലത് അലൈഹി. ഏതൊരു കാര്യത്തിന് ദലീലായിട്ടാണോ അള്ളാഹു ഈ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, ദൃഷ്ടാന്തങ്ങൾ ഇവിടെ അള്ളാഹ് സംഭവിപ്പിക്കുന്നത്, അതിന് മാത്രം തെളിവാക്കൂല, അതിന് വേറെ വ്യാഖ്യാനം കൊടുക്കും. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇപ്പൊ ഏത് തരത്തിലുള്ള ഇങ്ങനത്തെ ദൃഷ്ടാന്തം വന്നാലും ഉടനെ ശാസ്ത്രം അതിനൊരു വിശദീകരണം കൊടുക്കും. അത് ഇങ്ങനെ തന്നെ സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അതോടുകൂടി വിഷയം തീർന്നു. അപ്പൊ ഇത് മാ ജുഇലത് അലൈഹി, മാ ജുഇലത് അലൈഹി, ഏതിനു വേണ്ടിയാണോ അള്ളാഹു ഇത്തരത്തിലുള്ള ആയാത്തുകളെ ഇവിടെ ഇറക്കിയിട്ടുള്ളത്, അതിന് മാത്രം ജനങ്ങൾ ചിന്തിക്കൂല. അത് ചിന്തിക്കുന്നതിന് തടസ്സമാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത്. ഇപ്പോ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. അപ്പൊ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അത് അള്ളാന്റെ ദൃഷ്ടാന്താണ്, സലാസിൽ ആയാത്തുകളാണ്, അത് തഖ്വീഫിന് വേണ്ടിയിട്ട് അയക്കുന്നതാണ്. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും ഇന്ന പ്ലേറ്റും കടന്നു പോകുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ആ പ്ലേറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു സീസ്മിക് ആക്ടിവിറ്റി അതുകൊണ്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് വിശദീകരണമായി. പിന്നെ അള്ളാന്റെ പരീക്ഷണങ്ങളില്ല, അവന്റെ ശിക്ഷകളില്ല, മനുഷ്യന്മാരുടെ ജീവിതം നടപ്പും മോശമായതുകൊണ്ടാണെന്നില്ല, അവര് ചിന്തിക്കണം എന്നുള്ളതില്ല, അവർ ഗുണപാഠം ഉൾക്കൊള്ളണം എന്നില്ല. ഈ ഒരു വാക്കോട് കൂടിയിട്ട് ആളുകൾക്കൊക്കെ വിശദീകരണം കിട്ടിയല്ല, തൃപ്തിയായി. അപ്പോ സംഭവിക്കുന്ന ഫലത്തിൽ എന്താ സംഭവിക്കണം, നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന ശാസ്ത്രബോധം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത്, ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ശാസ്ത്രത്തിന്റെ പണി. ശാസ്ത്രം അതിലേക്ക് മനുഷ്യൻ ചിന്തിക്കരുത്. അത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട മാതിരി ശാസ്ത്രങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയും. ഏതൊന്നിനും ഒരു അതിവൃഷ്ടി അല്ലെങ്കിൽ ഒരു അനാവൃഷ്ടി, ഭയങ്കരമായ ഒരു മഴ പെയ്തു, പണ്ട് കാലത്ത് വന്നതുപോലത്തെ നടത്തിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഭയങ്കര ഒരു സൈക്ലോൺ, ഒരു ഭയങ്കര ഒരു കൊടുങ്കാറ്റ്, ചുഴലി, മറ്റത് മറിച്ചൊക്കെ വന്നു. ഇതൊക്കെ വരുമ്പോ അന്നും അവർ പറയാറുണ്ടായിരുന്നു ആരിതും മുംതിർ. പക്ഷെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് അവരുടെ തലക്ക് മീതെ ശിക്ഷകൾ വന്നു. ഇന്നും അതേമാതിരി ഇത് വരുമ്പോ പറയും അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ അത് പിന്നെന്താണ്, ഒരു മേഘവിസ്ഫോടനമാണ്. അത് മേഘവിസ്ഫോടനമാണ്, അത് ഇന്ന സ്ഥലത്തുണ്ടായിട്ടുള്ള ഒരു മേഘവിസ്ഫോടനമാണ്. അത് പറഞ്ഞോട് കൂടിയിട്ട് നമുക്ക് അതിന് വിശദീകരണമായി. ശാസ്ത്രം പിന്നെ ഇതെന്തിനു വേണ്ടി അള്ളാഹ് ഇറക്കിയോ അതിനു വേണ്ടി അതിനെ ദലീലാക്കാൻ പിന്നെ ശാസ്ത്രം സമ്മതിക്കൂല. അങ്ങനെ ചിന്തിക്കുന്നതിൽ നിന്ന്, അതിൽ നിന്ന് എഴുത്തിബാർ പാഠം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് മനുഷ്യൻ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ മുന്നിൽ ശാസ്ത്രം വന്നിട്ട് കൈ നിർത്തിയിട്ട് നിൽക്കും. അങ്ങോട്ട് ആലോചിക്കണ്ട, അത് മേഘവിസ്ഫോടനാണ്, അത് പ്ലേറ്റ് ടെക്ടോണിക്സ് അനുസരിച്ചിട്ട് സീസ്മിക് ആക്ടിവിറ്റിയോട് ഉണ്ടായതാണ്, ഇങ്ങനെ പറഞ്ഞു. അതാണ് അതിന്റെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അത്ര ചെറിയൊരു ദോഷമൊന്നുമല്ല സത്യത്തിൽ മനുഷ്യന്റെ നല്ല നടപ്പിന് ശാസ്ത്രം വരുത്തി തീർക്കുന്നത്. അവന്റെ മനോഭാവത്തെ പറ്റ മാറ്റിമറിക്കുകയാണ്. നല്ല വഴിയെ അവൻ ചിന്തിക്കാനേ പാടില്ല.
അവനിപ്പോ എന്തെല്ലാം കൂത്താട്ടം, ഏതെല്ലാം തരത്തിലുള്ള സത്യനിഷേധം, ഏതെല്ലാം തരത്തിലുള്ള വിദ്യാർത്ഥികൾ, ഏതെല്ലാം തരത്തിലുള്ള ഹവകൾ, ഏതെല്ലാം രൂപത്തിലുള്ള കുഫ്രാനുകൾ എന്തൊക്കെ അവൻ ചെയ്യുന്നുണ്ടോ അത് പുനഃപരിശോധിക്കേണ്ടതില്ല. അതൊക്കെ ആയിട്ട് നടന്നോ. ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ അത് അള്ളാന്റെ ഒരു പരീക്ഷണം, അള്ളാഹ് നിങ്ങളെ ഉണർത്താൻ വേണ്ടി അയക്കുന്നത്, അള്ളാഹ് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അയക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതിൽ നിങ്ങൾക്ക് എഴുബറത്തുണ്ട്. ഇല്ല, അത് വേറല്ല, അങ്ങോട്ട് പോകാനേ പാടില്ല. പോണതിന്റെ മുമ്പ് ഇങ്ങനെ 2-3-4 വാക്കുകൾ ഉപയോഗിച്ചിട്ട് അവർ തടഞ്ഞു വെക്കും. ഇതാണ് ശാസ്ത്രത്തിന്റെ റോള്. അതുകൊണ്ടാണ് വയസ്തദില്ലു ബിഹാ അലാ മാ ജുഇലത് അദില്ലതൻ അലൈഹി. അത് ചെറിയ വാക്കല്ല, അത് ചെറിയ വാക്കല്ല. അത് ഇത് ഈ പറഞ്ഞ വമാനുർസുലുബിൽ ആയാത്ത് ഇല്ലാ തഖ്വീഫ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു എലോബറേഷനാണ്. നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വെറുതെ അയക്കുന്നതല്ല. അതിനെ നിങ്ങൾ പ്രതിഭാസങ്ങൾ, അതൊരു നേച്ചുറൽ ഫിനോമിന എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തള്ളാനല്ല. ഇത് ബോധപൂർവം അള്ളാഹു ഉണ്ടാക്കി തീർക്കുന്ന, അള്ളാഹു അയക്കുന്ന അവന്റെ ദൃഷ്ടാന്തങ്ങളാണ്. അവൻ നമ്മളെ കാണിക്കാൻ വേണ്ടി അള്ളാഹ് അയക്കുന്ന അവന്റെ കുറിമാനങ്ങളാണ്, അടയാളങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. ആ ദൃഷ്ടാന്തങ്ങൾ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്. അതിൽ നിന്ന് അവരെ ശ്രദ്ധ തിരിക്കുകയും അതിലേക്ക് അവർ പോകാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള പണിയാണ് ശാസ്ത്രം എടുക്കുന്നത്. അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് യസ്തദില്ലു ബിഹാ, ആ ആയാത്തുകൾ കൊണ്ട് അവർ ദലീൽ പിടിക്കണം. അതിനെ അവർ ദലീലായിട്ട്, അതിനെ അവർ തെളിവായിട്ട് കാണണം. എന്തിനുള്ള തെളിവ്? അലാമാ ജുഇലത് അദില്ലതൻ അലൈ, അത് ഏതൊന്നിനുള്ള തെളിവായിട്ടാണോ വെച്ചിട്ടുള്ളത് അതിനുള്ള തെളിവായിട്ട് കാണണം. അതല്ലാതെ അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനൊരു കാരണം, ഒരു ശാസ്ത്രീയമായ വിശദീകരണം നടത്തിയിട്ട് ആ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് അതിലേക്ക് പോകുന്നതിൽ നിന്ന്, അത് ചിന്തിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഫഖാൽ, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അഫലം യൻദുറൂ, അവര് നോക്കുന്നില്ലേ, നോക്കിയിട്ടില്ലേ, അവര് ചിന്തിച്ചിട്ടില്ലേ, അവര് ചിന്തിച്ചിട്ടില്ലേ. ഇലസ്സമായി ഫൗഖഹു, എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഇലസ്സമായി, ഉപരിയിലേക്ക്, മുകളിലേക്കാണ്. സമാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സമായസ്മു, സീന് മീമ് വാവ്, ഈ 3 അക്ഷരാണ് അതിന്റെ അസുല്. സമായസ്മു എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ്. സമാഉൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉയർച്ച, ഉന്നതി, മേലെ, ഉപരി, അപ്പൊ ആകാശം. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ ഉപരിയിലുള്ളത് അല്ലെങ്കിൽ ഉപരിലോകം എന്ന് പറയും. പക്ഷെ ആ ഉപരിലോകം എന്ന് പറയുമ്പോ നമ്മളതിനെ ഒരറ്റല്ലാത്ത വേറെ രൂപത്തിൽ കാണാൻ പാടില്ല. മറിച്ച് ഉപരിലോകത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തിബാക്കായിട്ടാണ് എന്നത് വളരെ നസ്സായിട്ട് വന്നൊരു കാര്യമാണ്. ഒന്നിന് പുറമെ മറ്റൊന്നായിട്ട്, അതാണ് തിബാക്ക്. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഉപരിലോകം, സമ, മുകളിലേക്ക് നോക്കുന്നില്ലേ, ഉപരിലോകത്തേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ ഒരു മുഖബ്ബബായ തിബാക്കായ ഒന്നിലധികം ആകാശങ്ങളുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നിന്ന് അത് ആ രൂപമാണ് പോകാൻ പാടില്ല. നമ്മൾ ഈ ഭൂമിനെ ശരിക്ക് വലയം ചെയ്തിട്ട് ഒന്നാമത്തെ ആകാശമുണ്ട്. നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും നിൽക്കുന്നിടത്ത് നിന്ന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മുഖബ്ബബായ രൂപത്തിലാണ് നിൽക്കുന്നത്. അത് ഒന്നാമത്തെ ആകാശത്തിലുണ്ട്, ഉള്ളിലുള്ളതാണ് ഈ പറയുന്ന എല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മീതെ രണ്ടാമത്തതും, പിന്നെ അതിന് മീതെ മൂന്നാമത്തേതും. ഇതാണ് തിബാക്ക. ലതർകബുന്ന തബഖൻ അൻ തബഖ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒന്നിന് മീതെ മറ്റൊന്നായിട്ട് പോകും. അത് തിബാക്കായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത് സൂറത്തുൽ മുൽക്കിൽ പറഞ്ഞു. അങ്ങനെ 7 തബക്കകള്, 7 ആകാശങ്ങള്. ആ 7 ആകാശം കഴിഞ്ഞാല് പിന്നെ 7ാമത്തെ ആകാശത്തിന്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഭൂമിയിലാണെങ്കിൽ അള്ളാഹു അവനെ ആരാധിക്കാൻ വേണ്ടി അവ്വലുബൈത്തിൻ മുദ്രാലിന്നാസിലല്ലദീ ബിബക്ക,
ആകാശത്തുള്ള ആളുകൾക്ക് ആരാധിക്കാൻ വേണ്ടി, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ളത് ഇതിന് പിന്നെ സമമായിട്ട് മുകളിൽ അള്ളാഹ് വെച്ചിട്ടുള്ളത് ബൈത്തുൽ മഅമൂർ. അതും കഴിഞ്ഞിട്ട് അവിടെ തന്നെ 6ാമത്തെ ആകാശത്തിലാണ് ഇതിന്റെ പിന്നെ അതിന്റെ മൂലം അല്ലെങ്കിൽ അതിന്റെ വേര് ഒരു സിദറത്തുൽ മുൻതഹ. പക്ഷെ അതിന്റെ ബാക്കിയെല്ലാം 7ാമത്തെ ആകാശത്തിനും മീതേക്ക് പൊങ്ങിയിട്ടാണ്. ആ 7ാമത്തെ ആകാശത്തിലെ ഈ നിൽക്കുന്ന സിദറ, ആ സിദറയിൽ വരെയാണ് ഏതൊരു സൃഷ്ടിക്കും, മലക്കുകൾ അടക്കമുള്ള, ജിബ്രീൽ അടക്കമുള്ള സൃഷ്ടികൾക്കും എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും അത് സമയാസമയങ്ങളിൽ അവന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ അമലുകൾ, രാത്രി നമ്മൾ ചെയ്യുന്ന അമല് പകല് വരുന്നതിന്റെ തൊട്ടു മുമ്പ് ഉയർത്തപ്പെടും. പകലിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ രാത്രി വരുന്നതിന് മുമ്പ് ഉയർത്തപ്പെടും. ഈ അമലുകൾ യാറുജു ഫീഹ, ആകാശത്തിലേക്ക് കയറിപ്പോകുന്നു പറഞ്ഞു. ഈ കയറിപ്പോകുന്ന സംഗതികൾ അതെവിടെ വെച്ചിട്ടാണ് അത് കൈമാറപ്പെടുന്നത്? അത് ഈ സിദ്റയിൽ വെച്ചിട്ടാണ്, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ടാണ്. അള്ളാഹു അവിടുന്ന് ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ അള്ളാഹു ഇറക്കുന്നുണ്ട്. അഖ്ദാറുന്നാസ് വറുസാഖുഹും മഖാദീറുഹും വറുസാഖുഹും. അതുപോലെ അള്ളാന്റെ കൽപ്പനകൾ ഭൂലോകത്ത് നടക്കണം, കീഴ്ലോകത്ത് എന്ത് നടക്കണം, 1ാമത്തെ ആകാശത്തിൽ എന്ത് നടക്കണം, 2ാമത്തേൽ എന്ത് നടക്കണം, 3ാമത്തേൽ എന്ത് നടക്കണം, അങ്ങനെ മുകൾ ലോകത്ത് നടക്കുന്നത്, ഭൂമിയിൽ എന്ത് നടക്കണം, ഭൂമിയുടെ താഴെ വേറെ അതുപോലുള്ള 6-7 ഭൂമികളുണ്ട്, ഈ ഭൂമികളിൽ ഓരോന്നിലും എന്ത് നടക്കണം, ഇതെല്ലാം മുകളിൽ നിന്ന് താഴേക്ക് അള്ളാന്റെ അമ്ര ഇറങ്ങുമ്പോൾ ആ അമ്ര അതും അതുപോലെ തന്നെ കൈമാറുന്നത്, മലക്കുകൾക്ക് കൈമാറുന്നത് അത് സിദ്റയിൽ വെച്ചാണ്. സിദ്റിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഒരു സൃഷ്ടിയും പോയിട്ടില്ല. ആ സിദ്റത്തുൽ മുൻതഹ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി 7ാമത്തെ ആകാശത്തിന്റെ മുകളിൽ. അപ്പൊ 7ാമത്തെ ആകാശത്തിന്റെ മുകളിൽ എന്ന് പറയുമ്പോ സിദ്റത്തുൽ മുൻതഹയുടെ അസ്ല് കിടക്കുന്നത് ഫിസ്സമാഇ സാദിസ, 6ാമത്തെ ആകാശത്തിലും. എന്നാൽ അതിന്റെ ബാക്കിയെല്ലാം കിടക്കുന്നത് ഫിസ്സമാഇ സാബിയ, 7ാമത്തെ ആകാശത്തിലും. 7ാമത്തെ ആകാശത്തിൽ അതിന്റെ മുകളിലാണ്. പിന്നെ വെള്ളമുണ്ട്, അവിടെ വെള്ളമുണ്ട്, മാ ഉണ്ട്. പിന്നെ കുർസിയുണ്ട്, പിന്നെ കുർസിന്റെയും മീതെ അർശുണ്ട്. പിന്നെ അർശിന്റെ അവിടെ സ്വർഗമുണ്ട്, അർശിന്റെ താഴെ. പിന്നെ അർശിന്റെ ഉപരിയിൽ എന്ത്? അർശിന്റെ ഉപരിയിൽ നമുക്കാകെ അറിയാവുന്ന ഒരു കാര്യം, അർശ് അവസാനത്തെ സൃഷ്ടി, ഏറ്റവും വലിയ സൃഷ്ടി. ആ അർശിന്റെയും ഉപരിയിലാണ് അള്ളാഹു. അത് നമുക്കറിയാം. എങ്ങനെയെന്ന് നമുക്കറിയില്ല. എങ്ങനെയെന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും അള്ളാഹ് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഈ തരത്തിലുള്ള തിബാക്കായിട്ടുള്ള ആകാശങ്ങളെയും മുഖബ്ബത്തായിട്ടുള്ള ആകാശങ്ങളെയും അവയിൽ ഓരോന്നിലുമുള്ള അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള അസംഖ്യം സൃഷ്ടികളും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. അല്ലാതെ ഉപരിലോകം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പുക എന്ന് അത് നമ്മുടെ ലിമിറ്റേഷനാണ്. അങ്ങനെയൊന്നുമല്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ മലക്കുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ബൈത്തുൽ മഅമൂറിന്റെ കാര്യം പറഞ്ഞു. ഓരോ ദിവസവും അതിൽ 70,000 മലക്കുകൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കയറുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ അന്ന് ഇബാദത്ത് ചെയ്തിട്ട് അവർക്കൊരു ചാൻസ് കിട്ടിയിട്ട് ഇറങ്ങിയാൽ പിന്നെ ആ കയറിയ ആളുകൾ പിന്നെ അവര് 2ാമതായിലേക്ക് കയറൂല. അപ്പൊ എത്രയാണ്? അങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എത്രയാണ് മലക്കുകളുടെ എണ്ണം? അള്ളാന്റെ ജുനൂദുകളെ കുറിച്ച് അവനല്ലാതെ ആർക്ക് കണക്കാക്കാൻ പറ്റും? അപ്പോ അതൊക്കെ അള്ളാഹ് മുനസ്സലത്തായ വചനങ്ങളിൽ പറഞ്ഞു തന്നതുകൊണ്ട് നമ്മൾ കേൾക്കുന്നു, നമ്മൾ അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ.
ഇത് അള്ളാന്റെ ഇൽമിൽപ്പെട്ട കാര്യമാണ്. അത് നമുക്കറിയില്ല. അവൻ നമുക്കിങ്ങനെ ആയത്തുകളിൽ അല്ലെങ്കിൽ ഹദീസുകളിൽ അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ ആ സൃഷ്ടിപ്പുകളെ കുറിച്ച്, നമ്മുടെ ഈ പരിധിന്റെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അവൻ നമുക്ക് വഹയിലൂടെ അറിയിച്ചു തന്നാൽ അത് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ബോധേന്ദ്രിയങ്ങൾ കൊണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ആകാശത്തിന്റെ താഴെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്. താഴെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്. അപ്പൊ അഫലം യൻദുറു, അവർ നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോട്ടം ചിന്തിക്കാനുള്ള കൽപ്പനയാണ്. അത് സമാഇനെ കുറിച്ചാന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്സിയായിട്ടുള്ള നെളറ് അത് ദുനിയ, ഒന്നാമത്തെ ആകാശത്തിന്റെ താഴെ മാത്രമാണ്. പിന്നുള്ള നമ്മുടെ നെളറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും ഒക്കെ വന്നിട്ടുള്ള അവന്റെ വചനങ്ങൾ, ആ വചനങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതിലൂടെ വഴിയുള്ളൂ. അല്ലാണ്ട് ശാസ്ത്രം കൊണ്ടോ വാക്കുള്ളത് കൊണ്ടോ ഒന്നും കിട്ടുന്ന ഒരു കഴിയല്ല അത്. അത് ഒന്നാമത്തെ ആകാശത്തിന്റെ അപ്പുറത്തേക്കും. അപ്പൊ ഒന്നാമത്തെ ആകാശത്തിന്റെ അപ്പുറത്തേക്കും ഒരുപാട് കാര്യങ്ങൾ അർശിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഇത് തന്നെയാണ്. മുകളിൽ എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഘടന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ ആ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് അർശിനെ കാര്യം വിശദീകരിക്കുന്നിടത്ത് വന്നതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ നടത്തിയ സന്ദർഭത്തിൽ മുകളിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ചകൾ വിവരിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പര്യാലോചന നടത്തേണ്ടത്. അതുകൊണ്ട് അത് ഹസ്സിയല്ല, അത് മഅനവിയാണ്. അവിടുത്തെ നെളറ് എന്ന് പറഞ്ഞാൽ നെളറ് മഅനവിയാണ്. മറിച്ച് ഒന്നാമത്തെ ആകാശത്തിന് താഴെയുള്ള കാര്യങ്ങളാണെങ്കിൽ സൂര്യനെ നോക്കാം, ചന്ദ്രനെ നോക്കാം, നക്ഷത്രങ്ങളെ നോക്കാം, അത് അതിന്റെ ഉദയം നോക്കാം, അതിന്റെ അസ്തമയം നോക്കാം, അവയുടെ സഞ്ചാരം നോക്കാം, അവയുടെ രാശികൾ നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് അത് ഹസ്സിയാണ്, നെളറ് ഹസ്സിയാണ്. അഫലം യൻദുറു, അവർ നോക്കുന്നില്ലേ എന്ന് അള്ളാഹു പറഞ്ഞു. ഇലസ്സമ, മുകളിലേക്ക്, ഒന്നാമത്തെ ആകാശത്തിലേക്ക്. ആ നോട്ടം ഹസ്സിയാണ്. അതിനപ്പുറത്തേക്കുള്ള നോട്ടം എന്ന് പറഞ്ഞെങ്കിൽ മഅനവിയാണ്. ഫൗഖഹും, അവരുടെ മീതെ. ലാ യഹ്താജു ദാലിക അൻ-നദർ, ലാ യഹ്താജു, ആവശ്യമില്ല. ദാലിക അൻ-നദർ, ഇഹ്താജിന്റെ ഫാഇല് ദാലിക്കാണ്. അതിന് ആവശ്യമല്ല. അത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബദലായിട്ട് വന്നു അന്നദർ. ആ നോട്ടത്തിന് അവർക്ക് ഒരു ആവശ്യമല്ല. ഇല കുൽഫത്തിൻ വശദ്ദി റഹലിൻ, എന്തെങ്കിലും പൈസ ചെലവാക്കേണ്ടതുണ്ടോ? ഇല്ല, ഒരു ചെലവില്ല. അത് ആലോചിക്കാൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ, അതിനെക്കുറിച്ച് നോക്കാൻ, അതിന് നേരെ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സംവേദകത്വവും എല്ലാം തുറന്നു വെക്കാൻ ഒരു ചെലവുമില്ല. വശദ്ദി റഹലിൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും വാഹനം ഒരുങ്ങി പോകേണ്ടതില്ല. ആ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ബൽ ഹുവ ഫീ ഗായത്തി സുഹൂല, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലേ? ഇത് നമ്മൾ പറഞ്ഞാണ്. പിന്നെ എങ്ങനെ ഐക്യനെത്തിയത്? പിന്നെ വല്ലർള മദദിനാഹ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. വൽ അർള, ആകാശം നോക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു വൽ അർള, അവർ നോക്കുന്നില്ലേ? വൈലൽ അർള് എന്നുള്ള അർത്ഥത്തില്, വ ഇലൽ അർള് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ വ കഴിഞ്ഞിട്ട് ഇല, വൽ അർള എന്ന് പറഞ്ഞു. മദദിനാഹ അർള കൈഫ മദദിനാഹ, എങ്ങനെയാണ് അതിനെ നാം മദ് ചെയ്തിട്ടുള്ളത്? ഭൂമിന്റെ കാര്യം നോക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം മദ്ദുല്ലർദ്, ദഹ്വുല്ലർദ്, ഇത് രണ്ടു വാക്കുകൂടി കൂട്ടിയിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഭൂമിയുടെ പ്രതലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമി പരന്നു കിടക്കുന്ന ഭൂമിയാണ്. അതാണ് അവന്റെ അനുഭവത്തിൽ വരിക. പക്ഷെ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നുണ്ട്. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന കാര്യത്തെ ചില പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഖുർആനില്
അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറെ ആയത്തുകൾ, അത് മുഴുവനും നമ്മൾ കൂട്ടിവെച്ച് നോക്കുമ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന കാര്യത്തെ നിഷേധിക്കുന്നതിന് കാര്യമല്ല. അതിന് മാത്രം തെളിവ് കിട്ടൂല. ഭൂമി ഉരുണ്ടതാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ ഇല്ലല്ലോ എന്നായിരിക്കും ഇത്തരക്കാർ പറയാറുള്ളത്. അങ്ങനെ വ്യക്തമായിട്ട് ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ഒരു പരാമർശം ഖുർആനിലോ ഹദീസിലൊന്നുമില്ല. പക്ഷെ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള പരാമർശങ്ങളെ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലുസൂം, അതിന്റെ ലുസൂമിയായ മാനയിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് തന്നെയാണ് വരിക. ഈ കാര്യം ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ള ആളുകൾ വളരെ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഉലമാക്കളിൽ ഇത് അംഗീകരിക്കാത്ത ആളുകളുണ്ട്. അപ്പോ പല സ്ഥലത്തും ഖുർആനിൽ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് മദ്. കൈഫ മദ്ദനാ, എങ്ങനെയാണ് ഈ ഭൂമിയെ നീട്ടിപ്പരത്തിയത്? മദ്ദാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടിയത് എന്നാണ്. നീട്ടിപ്പരത്തുന്നതിനാണ് പറയാ. നമ്മുടെ അനുഭവത്തിൽ ഭൂമി നീട്ടിപ്പരത്തിയതാണ്. അപ്പോ അതെന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഉരുണ്ട രൂപത്തിലാണെന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഖുർആനിൽ തന്നെ ഉദയത്തെയും അസ്തമയത്തെയും സംബന്ധിച്ച് പറയേണ്ട പരാമർശങ്ങൾ എടുത്തു നോക്കാം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വക്കീല. അല്ലാഹു മശ്രിഖിന്റെയും മഗ്രിബിന്റെയും റബ്ബാണ്. ഒരു ഉദയസ്ഥാനം, ഒരു അസ്തമയസ്ഥാനം. ഒരിടത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഉദയസ്ഥാനമുള്ളൂ, ഒരു അസ്തമയസ്ഥാനമുള്ളൂ. കാരണം അയാൾ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ്. എന്നാൽ ഖുർആനിൽ റബ്ബുൽ മശ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, അതും ഖുർആനിൽ തന്നെ പറഞ്ഞു. രണ്ട് മശ്രിഖുകളുടെയും രണ്ട് മഗ്രിബുകളുടെയും റബ്ബായിട്ടുള്ളവനാണ് അല്ലാഹു. അപ്പോ രണ്ട് വ്യത്യസ്ത ഭൂമിയുടെ പ്രതലങ്ങളിൽ വ്യത്യസ്തമായ രണ്ട് സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടാൾക്കും വ്യത്യസ്തമായ മശ്രിഖും വ്യത്യസ്തമായ മഗ്രിബുമാണ്. ഇവിടെ നിൽക്കണ UAE നിൽക്കണ നമുക്കുള്ള മശ്രിഖും മഗ്രിബും അല്ല സൗദിയിൽ നിൽക്കുന്ന ആളുടെ മശ്രിഖും മഗ്രിബും. 1 മണിക്കൂറിലധികം വ്യത്യാസം വരും. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറിന്റെ വ്യത്യാസം വരും. ഞാൻ റഫാണ് പറയണത്. അതിനേക്കാളൊക്കെ ചെറിയ വ്യത്യാസങ്ങളില്ലാഞ്ഞിട്ടല്ല, മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ആ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമി അങ്ങനത്തെ ഒരു വ്യത്യാസം വരണമെങ്കിൽ ഭൂമി ഉരുണ്ടേ പറ്റും. ഇങ്ങനെ 2 മാത്രമല്ല, റബ്ബുൽ മശാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ അലാ അൻ നുബദ്ദില ഖൈറൻ മിൻഹു. ഒരുപാട് മശ്രിഖുകളും ഒരുപാട് മഗ്രിബുകളും ഉണ്ട്. അങ്ങനെ ഒരുപാട് മശ്രിഖും ഒരുപാട് മഗ്രിബുകളും ഉണ്ടാകണമെങ്കിൽ ഭൂമി ഉരുണ്ട് തന്നെ വരണം. അപ്പൊ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുള്ള ഒരു വസ്തുവിനെ ആ ഭൂമിയുടെ പ്രതലത്തിൽ ജീവിക്കുന്ന, അതിന്റെ ഉപരിതലത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നീട്ടിപ്പരത്തിയ ഒരു വസ്തുവായി തോന്നണമെങ്കിൽ അതൊരു വല്ലാത്ത തന്നെയാണ്. അതുകൊണ്ട് അതിന് ദഹ്വ് എന്നും കൂടിയാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വല്ലർള ബഅദ ദാലിക ദഹഹ. മദ്ദും ദഹ്വൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഭാഷാപരമായ ധ്വനിയിൽ തന്നെ അത് ഉരുണ്ടതാണ് എന്നും വരും. അപ്പൊ ഈ മശാരിഖ് മഗാരിബ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ അതൊരു ഒരു രസമുള്ള ഒരു സംഗതി തന്നെയാണ്. ഇന്ന് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. പണ്ട് വളരെ സാവകാശം യാത്ര പോകുന്ന ഒരു കാലയളവിൽ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ശബ്ദത്തോളം വേഗത്തിൽ പോകുന്ന വിമാനങ്ങൾ നമുക്കുണ്ട്. അതിലൊക്കെ മനുഷ്യൻ പോകുമ്പോൾ സ്വാഭാവികമായും അവൻ അനുഭവപ്പെടുന്ന ഈ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന പ്രതിഭാസമൊക്കെ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അവര് വല്ലർള മദദിനാഹ, ഈ ഭൂമിയെ മദ് ചെയ്തത് അവർ നോക്കുന്നില്ലേ? അതിനെ നാം വിശാലമാക്കി. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഉരുണ്ടൊരു വസ്തുവിനെ ആ വസ്തുവിന്റെ മുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് പരന്നതായിട്ട് അനുഭവപ്പെടണമെങ്കിൽ എന്ത് വേണം? അത്രയും അതിനെ വിശാലാക്കണം. ചെറിയ ഭൂമിയാണ് വിചാരിച്ചാൽ അത് സാധിക്കൂല. വലിയ ഭൂമിയാകണം. വിശാലമായ ഭൂമിയാകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അത് ഉരുണ്ടതാണെങ്കിലും അതിന്റെ ചെറിയ ക്ലോസപ്പുകളിൽ അത് പരന്നതായിട്ടാണ് തോന്നുന്നത്.
അതാണല്ലോ ഇപ്പൊ സത്യത്തിൽ സംഭവിക്കണേ. നമ്മൾ വലിയ ഭൂമിയുടെ ഒരു പോയിന്റിൽ നിന്നാൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന സ്ഥലം മുഴുവനും അത് നീട്ടിപ്പരത്തി കിടക്കുന്നതായിട്ടാണ് തോന്നുക. നമ്മുടെ കണ്ണിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ കാഴ്ചന്റെ സൃഷ്ടി, അപ്പൊ നമ്മൾ കണ്ണിനൊക്കെ എല്ലാത്തരം ഇത്തരത്തിലുള്ള ഫാക്കൽറ്റികൾക്കും അല്ലാഹ് എന്നിട്ടുണ്ട് ഒരു പരിധി വെച്ചിട്ടുണ്ട്. കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ചക്ക് ഒരു പരിധി ഉണ്ട്. കാഴ്ചന്റെ ഒരു പരിധി അപ്പുറം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാതിരിക്കുക എന്നുള്ളതിനാണ് ഈ നീല കളർ. നമ്മൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന നീലാകാശം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചന്റെ ലിമിറ്റാണ്. നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ അതൊരു പിന്നെ കടൽ കാണുന്നത് നമ്മുടെ കാഴ്ചയുടെ ലിമിറ്റാണ്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റായ്മയാണ്. അപ്പോ ആ കാഴ്ചന്റെ പരിധി, നമ്മുടെ കണ്ണിന് നമ്മൾ തന്നിരിക്കുന്ന കാഴ്ചയുടെ ആ റേഞ്ച് എന്ന് പറയുന്നത് അത് ഈ പരന്ന് തന്നെ തോന്നാവുന്ന അത്രയും ഏരിയയിലാണ്. അത്രയും വിശാലമാക്കിയിട്ട് ഭൂമിയെ ദഅവ ചെയ്തിട്ടുണ്ട്. അപ്പൊ നീട്ടിപ്പരത്തി അത്രയും വിശാലമാക്കിയിട്ടുണ്ട്. ഹത്ത അംകന, അങ്ങനെ സാധിച്ചു. കുല്ല ഹയവാനിൻ, എല്ലാ ജീവിക്കും സാധിച്ചു. അസ്സുക്കൂനു, അവിടെ കുല്ല എന്ന് പറയുന്നത് അത് മൻസൂബായിട്ട് വായിക്കണം. അംകനന്റെ ഫാളില് സുക്കൂനായിട്ടാ വരിക. ആ വാക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഹത്ത അംകന, മുംകിനായി. എന്താ മുംകിനായത്? സുക്കൂന്. ആർക്കാണ് മുംകിനായത്? കുല്ല ഹൈവാൻ, എല്ലാ ഹൈവാനും. ആ കുല്ല ഹൈവാനിൻ എന്ന് പറയുന്നതിനെ മഫ്ഊലും ബിഹി ആക്കാം, അതല്ലെങ്കിൽ തഅദിയത്ത് കൊടുത്തിട്ട് ലികുല്ലി ഹൈവാനിൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അംകനന്റെ ഫാളിൽ എന്തായിരിക്കും? സുക്കൂനായിരിക്കും. അത് മനസ്സിലാകാതെ ചില ആൾക്കാർ അംകന കുല്ലു വായിച്ചിങ്ങാണ്ട് പിന്നെ അർത്ഥം പറഞ്ഞിങ്ങാണ്ട് ഒപ്പിക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് അംകന എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് അത് മുംകിനാണ്, പോസിബിൾ ആണ്. എന്താണ് പോസിബിൾ? അതായിരിക്കും അതിന്റെ ഫാളില്. അംകന അസ്സുക്കൂൻ, അസ്സുക്കൂനു ഫിഹ, ആ ഭൂമിയിൽ സമാധാനത്തോടു കൂടി താമസിക്കുക. അത് സാധിക്കും. ആർക്ക്? കുല്ല ഹൈവാന്, ഈ ഭൂമുഖത്തുള്ള എല്ലാ ജന്തുജാതികൾക്കും. അംകന ലികുല്ലി ഹൈവാൻ എന്ന അർത്ഥത്തിലാണ് കുല്ല ഹൈവാൻ എന്ന് പറയുമ്പോൾ കിട്ടുക. ഹൈവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവികൾക്ക് എല്ലാം, മനുഷ്യനടക്കമുള്ള ജന്തുജാതികൾക്ക്, ഈ ബയോമാസ് എന്ന് പറയുന്ന മൊത്തം ജന്തുജാതികൾക്ക്. അവിടെ ആർക്കും, ഇവിടെ ഈ ഭൂമുഖത്ത് ആർക്കാണ് പ്രയാസമുള്ളത്? ഒരാൾക്കുമില്ല. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ മനുഷ്യന്മാരുണ്ടാക്കുന്ന പ്രയാസം മാത്രമാണ്. അത് അവർ പ്രയാസം ഉണ്ടാക്കുന്നും പറഞ്ഞിട്ടുണ്ട്. അത് കടലിലാണെങ്കിലും ഓരോ പ്രശ്നമുണ്ട്, കരയിലാണെങ്കിലും ഓരോ പ്രശ്നമുണ്ട്. മനുഷ്യനല്ലാതെ വേറെ ആരും ആ പ്രയാസമായിട്ട് ഉണ്ടാക്കണമില്ല. ബാക്കിയുള്ളവരൊക്കെ ഒരു വലിയൊരു കുഴപ്പമില്ലാതെ ഇവിടുത്തെ ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥതയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ പ്രകൃതിയുടെ സന്തുലിതത്വത്തിലോ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാക്കുന്ന, അസന്തുലിതത്വങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പണിയും വേറെ ആരും ചെയ്യൂല. അത് ചെയ്യുന്നത് മനുഷ്യൻ മാത്രമാണ്. ഫസാദ് ഉണ്ടാക്കുന്നത്, കുഴപ്പമുണ്ടാക്കുന്നത്, ഈ സന്തുലിതത്വം തകർക്കുന്ന പരിപാടി ഉണ്ടാക്കുന്ന, പ്രകൃതിയിൽ ഇടപെടുന്നത് അത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഹയവാനെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ജീവികൾക്കും സുഖമായിട്ട്, ഏതെല്ലാം ജീവികൾക്ക് എന്തെല്ലാം തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ നടന്നു പോകുന്നു. ഓരോ ജീവികൾക്കുള്ള ഭക്ഷണം അത് അവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ വിചാരിക്കും അതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തണം. നമ്മൾ സംരക്ഷിച്ച് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ എന്തപ്പോ ഇവര് പറയണ ഇക്കോസിസ്റ്റത്തിൽ ഇവര് പറയണ അത് പിന്നെ വർഗനാശം സംഭവിച്ചു, അല്ലെങ്കിൽ അതിന്റെ വർഗനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു കാലയളവിൽ എടുത്തിട്ട് വിലയിരുത്തുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ജന്തുജാതികള്, സ്പീഷീസുകള് നീണ്ട കാലയളവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവ ചിലത് ഇല്ലാതാകും, വേറെ പുതിയത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഇല്ലാതാകണീനെ നമ്മൾ പിടിച്ചിരുത്തിയിട്ടൊരു കാര്യമൊന്നുമില്ല. അത് ഇല്ലാതാകാനുള്ളത് തന്നെയാണ്. അതുപോലെ പുതിയത് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥയെ കുറിച്ചിട്ട് ചെറിയ 10 വർഷത്തിന്റെ 100 വർഷത്തിന്റെ ഉള്ളിൽ വന്നിട്ടാണ് അങ്ങനെ ചൂട്, ആഗോളതാപനം, ഈ ഗോളതാപനം എന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. ദീർഘമായ കാലയളവിൽ ഇതൊക്കെ ഇതേമാതിരിയുള്ള മാറ്റങ്ങൾ, ഇത്തരം സൈക്കിളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ അതിര് വിട്ടിട്ടുള്ള,
അവൻ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ അവന്റെ ഇടപാടുകൾ അത് അതിരുവിടുമ്പോഴുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ അതിനൊക്കെ തന്നെ ലിമിറ്റ് ഉണ്ട്. ആ മലടിച്ചു, ഈ മലടിച്ചു, ആ മലടിച്ചു, ഈ മലടിച്ചു, ആ മലടിച്ചാൽ ഈ മലടിച്ചാൽ എത്ര മനുഷ്യനടിക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വലിയൊരു ഭൂമിയിൽ നിന്ന് മനുഷ്യനടിക്കണ മലന്റെ കണക്കൊന്നും എടുത്തു നോക്കിയാൽ ഈ പറയുന്ന അവസ്ഥയ്ക്കൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നതല്ലാതെ മറ്റ് ജന്തുജാതികൾ ആരും ഇങ്ങനത്തെ യാതൊരു ഒരു തെറ്റായ ഇടപെടലിന് അവരില്ലതാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം അത് അള്ളാഹ് എങ്ങനെ നിലനിൽക്കണമെന്ന് വിചാരിച്ചു ഒരേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടെ സുക്കൂനോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന തരത്തിലാക്കി തീർത്തു. വൽ ഇസ്തിഖറാർ, അതുപോലെ അവർക്കൊക്കെ ഇസ്തിഖറാറുണ്ട്, സുക്കൂനുണ്ട്, ഇസ്തിഖറാറുണ്ട്. സുക്കൂനിൽ നിന്നുണ്ടെങ്കിൽ മനസ്സമാധാനമാണ്, പേടിക്കാനൊന്നുമില്ല. ഇസ്തിഖറാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാലയളവ് വരെ ജീവിക്കുവാനുള്ള സൗകര്യങ്ങൾ, ജീവിത സന്ധാരണത്തിന്, ജീവിതം നമ്മൾ നിലനിർത്താൻ, സർവൈവ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ വേണം. അതിവിടെ ഉണ്ട്. അതിവിടെ എത്ര മനുഷ്യന്മാരുണ്ടായാലും അവർക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഈ ഭൂമിയിൽ അള്ളാഹ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഭൂമിന്റെ കപ്പാസിറ്റി ആർക്കെങ്കിലും അറിയും? ഇത് അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ഈ വിഭവങ്ങളൊക്കെ തീർന്നു പോകും. അതുകൊണ്ട് നമ്മൾ തഹദീദുൻ നസ്ൽ, കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു കുറെ കാലം. ഇപ്പോൾ കുട്ടികൾ ഇല്ലാഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. പല നാടുകളും ഓഫർ ചെയ്യാണ്, നിങ്ങളവിടെ പോയി താമസിക്കുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരും. അവിടുത്തെ നാട്ടുകാർ കുട്ടികൾ ഇത്ര കുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഇന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. പല നാട്ടിലും കുട്ടികളില്ലാത്ത പ്രശ്നമാണ്. നേരത്തെ വിഭവങ്ങൾ കുറവാണ്, അതുകൊണ്ട് അത് മനുഷ്യന് മതിയാവില്ല എന്ന് പറഞ്ഞാണ്ട് ഇനി ആളുകൾ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതൊക്കെ ഇപ്പൊ മാറി നേരെ തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ അതങ്ങനൊന്നുമല്ല. ഭൂമിന്റെ ഒക്കെ കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു കണക്കൊന്നുമില്ല. നമ്മൾക്ക് കണക്കൂട്ടാൻ പറ്റിയ ഒരു കണക്കതിനില്ല. അത് അള്ളാന്റെ കണക്ക് വേറെയാണ്, അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഖറാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാലയളവ് വരെ നമുക്ക് ജീവിക്കാൻ, നമ്മുടെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ, സർവൈവലിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അത് ഇസ്തിഖറാറായി. സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തടുക്കാൻ കഴിയാത്ത ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതെ മനസ്സമാധാനത്തിൽ. ഇപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഒരു കുഞ്ഞിനെ നിങ്ങളൊരു മെത്ത വിരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തൊട്ടി കെട്ടിയിട്ടോ ആ തൊട്ടിയിൽ ഒരു കുഞ്ഞിനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ, ആ തൊട്ടിയിൽ അല്ലെങ്കിൽ ആ മെത്തയിൽ ആ കുട്ടിക്ക് എങ്ങനെ കിടക്കാൻ പറ്റും? അതേമാതിരിയുള്ള ഒരു മെത്തത്തിന്റെ സംവിധാനമാണ് ഭൂമിയിൽ തന്നിട്ടുള്ളത്. അവന് വേണ്ടൊക്കെ കാണിക്കാം, ചാടിക്കളിക്കാം, ഒരു പ്രശ്നമല്ല. അവന്റെ മുകളിൽ നിന്ന് ഒന്നും അവന്റെ തലേക്ക് വന്നു വീഴാനില്ല. ആ ഉൽക്ക വരുന്നു, ഈ ഉൽക്ക വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, ഭൂമിന്റെ അടുത്തു കൂടി വരുന്നു, ഇപ്പൊ മുട്ടും നാളെ മുട്ടും. ഇവര് പറഞ്ഞ് പേടിപ്പിക്കും, ഇവിടെ ഒന്നുമില്ല, ഇതെല്ലാ ദിവസവും വരുന്നുണ്ട് പോകുന്നുണ്ട്. അത് അതിന്റെ സമയത്ത് അബർട്ട് ചെയ്ത് പോകാവുന്ന രൂപത്തിൽ അത് അതിന്റെ വഴിയൊക്കെ അള്ള കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവർ നോക്കിയിട്ട് പറയും, ഇതാ ഇത്ര വേഗതയിലാണ് വരുന്നത്, അത് ചിലപ്പോൾ ഭൂമിന്റെ അടുത്തു കൂടി വരികയാണ്, ഭൂമിയെ തട്ടിയാൽ അങ്ങനെയാവും ഇങ്ങനെയാവും. ഭൂമിയെ തട്ടാനൊന്നും പോണില്ല. അത് തട്ടുന്ന സമയത്ത് അത് ചെയ്യാവുന്ന ആളല്ല കണക്കാക്കുമ്പോൾ എല്ലാം കൂടി തട്ടി തകരുന്ന താഴ്ച, അത് വേറെ വിഷയമാണ്. അതല്ലെങ്കിൽ ഇതിലൊന്നും വരൂല്ല. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ആ സുക്കൂനോട് കൂടി ജീവിച്ചോളും. നിങ്ങൾക്ക് വേണ്ട ഇസ്തിഖറാറിന് നിങ്ങൾ എത്ര മക്കളുണ്ടാക്കിയാലും ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങൾക്കെല്ലാം ആവശ്യമായുള്ള ഇസ്തിഖറാർ, അതിനെല്ലാം സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോ അംകന കുല്ല ഹൈവാനിൽ അസ്സുകൂനു ഫീഹാ വൽ ഇസ്തിഖറാറു വൽ ഇസ്തിഇദാദു ലിജമീഇ മസാലിഹി. അതുപോലെ തന്നെ വൽ ഇസ്തിഇദാദ്, അവന് പ്രിപ്പയർ ചെയ്യാം, അവനൊരുക്കാം, ലി ജമീഇ മസാലിഹി, അവന്റെ എല്ലാ മസാലിഹുകൾക്കും വേണ്ട കാര്യങ്ങൾ. മസാലിഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ഇൻട്രസ്റ്റുകൾ. മസ്ലഹത്ത് മസാലിഹ് എന്നാണ് പറയാം. അതിന് മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ലഹത്ത് പറയാം, മസ്ലഹത്ത് കമ്മിറ്റി എന്നൊക്കെ കേട്ടു വരുന്നോണ്ട് അത് സംഭാഷണം, പഞ്ചായത്ത് എന്ന്. പക്ഷെ അങ്ങനല്ല. മസ്ലഹത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ ഉത്തമ താല്പര്യങ്ങൾ, നമ്മുടെ ഉത്തമ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ അത് നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്കിവിടെ ഒരുക്കാം.
ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് അത്ര ദുന്യാവിൽ ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം, അല്ലെങ്കിൽ അവരെ നാട്ടിൽ ഇന്ന സൗകര്യങ്ങൾ വേണം, ഇത്ര പാലം വേണം, ഇത്ര തോട് വേണം, ഇത്ര റോഡ് വേണം, ഇങ്ങനെ ബാക്കിയുള്ളത് വേണം. ഇതൊക്കെ ഒരുക്കാൻ എന്തെല്ലാം അത് ഓരോ ആൾക്കാരുടെ പ്ലാനിങ്ങിനനുസരിച്ചിട്ടാണ്. ചിലർ കടലിൽ കൊണ്ടുപോയിട്ട് കല്ലിട്ടിട്ട് അവിടെ കരയാക്കും, കരയൊക്കെ കീറി കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങിട്ടാക്കും. എന്ത് ചർച്ച നിങ്ങൾക്ക് ചെയ്യണ്ടേ ചെയ്യാം. നിങ്ങളുടെ മസാലിഹ എന്ത് എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് വേണ്ട ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുങ്ങാൻ വേണ്ട എല്ലാ സൗകര്യവും അന്ന് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നിങ്ങളെ ജീവിതകാലം മുഴുവനും ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളിൽ ഒരു കുറവും വരൂല. അത് നിങ്ങൾ സവാ അല്ലിസായലിൻ അത് നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അത് യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് നിങ്ങൾ സവാ അല്ലിസായലിൻ. സുവാ നിങ്ങളുടെ ബാധ്യതയാണ്. അവിടെ നിങ്ങൾ എത്ര ജീവിച്ചാലും എന്തൊക്കെ ഏതായാലും എത്ര വിമാനം പറന്നാലും നിങ്ങൾക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് ഓസോൺ പാളിക്ക് ഓട്ടൊത്തിയിട്ട് ഇപ്പൊ എത്ര കാലം എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അതിന് ആ പാളിക്ക് ആ ഓട്ടുണ്ട്, ഈ ഓട്ടുണ്ട്, അത് വരുന്നുണ്ട്, ആ വികിരണങ്ങൾ വരുന്നുണ്ട്. ഇവര് പറയാൻ തുടങ്ങിയതിന്റെ ശേഷം വന്നതൊക്കെ പാടെ കൊണ്ടാൽ ഇവിടെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല. ഇപ്പോഴും മനുഷ്യന്മാരുടെ സുഖമായി സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകണം. അപ്പൊ ഭൂമി അള്ളാഹു ഒരുക്കിയിട്ടുള്ളത് ആ ഒരു വിധത്തിലാണ്. ഏത് വിധത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്? അവനവിടെ സുക്കൂന് സാധിക്കും. അതുപോലെ തന്നെ ഇസ്തിഖ്റാറ് സാധിക്കും. സുക്കൂന് പറഞ്ഞാൽ സമാധാനമാണ്. ഒരു തരത്തിലും അവൻ അലോസരപ്പെടുത്തുന്ന ഒന്നും ഇവിടെ അല്ല. അത് ഭൂമിയെ ഒരു തൊട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ജഅലലക്കുമുൽ അർള ഫിറാശൻ, വിരിപ്പാക്കി വെച്ചിട്ടുണ്ട്. ഒരു വിരിപ്പിൽ ഒരു കുഞ്ഞ് എത്ര സമാധാനത്തിൽ കിടക്കുന്നുവോ ആ സമാധാനത്തിന് തുല്യമായ സമാധാനത്തിൽ ഇവിടെ മനുഷ്യർക്കും മറ്റ് തെര്യക്കുകൾക്കും ഈ ഭൂലോകത്ത് ജീവിച്ചു പോകാൻ പറ്റും. വലിസ്തിഖ്റാർ, ഇവിടെ നിങ്ങൾക്ക് വലക്കും ഫില്ലർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിൻ, നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങളുടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ റിസോഴ്സസും അല്ലാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇസ്തിഖ്റാർ ഉണ്ട്. വലിസ്തിഅദാദ് ലിജമീഇ മസാലിഹിഹി, നിങ്ങളുടെ മസാലിഹുകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അത് പ്രിപ്പയർ ചെയ്യാൻ അതിനുള്ള സൗകര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വഅർസാഹാ ബിൽ ജിബാൽ, പർവ്വതങ്ങൾ കൊണ്ട് അതിനെ നങ്കൂരമിടിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭൂമി ഇപ്പൊ ഇവര് പറഞ്ഞ ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ ഒരു അന്തരീക്ഷത്തിൽ ഭൂമി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാണ്ട് വേറെ എവിടെയും തൂണൊന്നുമില്ലല്ലോ. അത് ആ സ്ഥലത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് ഇളകാതെ ചലിക്കാതെ അതിങ്ങനെ നിൽക്കുന്നു. അല്ലെങ്കിൽ അതിന് ചലനമുണ്ട്, പലതരത്തിലുള്ള ചലനങ്ങളുണ്ട്. ആ ചലനങ്ങൾ ആ ഭൂമിയിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ അവര് അനുഭവിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ അതിനെ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ, ഇപ്പൊ ഒരു കടലിൽ ഒരു കപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കപ്പല് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഹാർബറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നങ്കൂരിടണം, ആങ്കർ ചെയ്യണം. അല്ലെങ്കിൽ അതിന് സാധനമാക്കാൻ പറ്റൂല. അത് തിരമാലകൾക്കൊപ്പം അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും, അല്ലെങ്കിൽ നീങ്ങും. മറിച്ച് അത് ചലിക്കാതെ നിശ്ചലമായി ഒരിടത്ത് ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ അതിനെ ആങ്കർ ചെയ്യണം. അങ്ങനെ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ആങ്കർ ചെയ്യിച്ചിട്ടുണ്ട്, ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. അർസാന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു നിർത്തി. ഭൂമി അങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾ ഉണ്ടാക്കിയത്. പർവ്വതങ്ങളുടെ റോൾ അതാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ വിശദീകരണം ഇപ്പോഴും നമ്മൾ എത്ര വായിച്ചു നോക്കിയാലും കിട്ടൂല. കുറച്ചൊക്കെ പറയും ഇവര് ഈ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്ന് ശാസ്ത്രത്തിന് വിശദീകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവർ ആ കാര്യത്തെ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഭൂമിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിൽ പർവ്വതങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നവർ പറയുന്നുണ്ട്. പിന്നെ പർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്ലേറ്റുകൾ പറയാം. ആ പ്ലേറ്റുകൾ പർവ്വതങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ പ്ലേറ്റുകളുടെ ഒരു ഭാഗമായിട്ടാണ് പർവ്വതങ്ങൾ പറയുന്നത്. ഈ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയിലുള്ളത് പോലെ കടലിലുണ്ട് എന്ന് പറയുന്നു, ഇവര് പറയുന്നു. ഏതായിരുന്നാലും ഖുർആൻ ഒരു കാര്യം നമ്മളോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ പർവ്വതങ്ങളുണ്ട്. ആ പർവ്വതങ്ങളെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആണികളാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആണികളാക്കി വെച്ചത് ഇതേമായി ഇർസാഹ് ചെയ്യാനാണ്. അതിനെ ഒരു കപ്പൽ കൊണ്ടുവന്നിട്ട് ഹാർബറിൽ നങ്കൂരമിട്ടിട്ട് അതിനെ നിശ്ചലമാക്കി നിർത്തുന്നത് പോലെ ഈ ഭൂമിയെ നാം ഉദ്ദേശിക്കുന്ന, നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ, അല്ല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ മസാലഹകൾക്കനുസരിച്ച് അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ആ കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു. പിന്നെ പർവ്വതങ്ങൾ കൊണ്ട് അതിനെ ഉറപ്പിച്ചു നിർത്തി. ഭൂമി ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇസ്തിഖ്റാറിന് വേണ്ടിയാണ്. ഒന്ന് തസൽസുല്, സിൽസാലാകരുത്, ഭൂമിയിൽ പ്രകമ്പനങ്ങൾ ഉണ്ടാകരുത്. സിൽസാൽ എന്ന് പറഞ്ഞാൽ പ്രകമ്പനങ്ങളാണ്. പ്രകമ്പനങ്ങളില്ലാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടി. തമവ്വുജ്, സിൽസാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പ്രകമ്പനങ്ങളാണ്. തമവ്വുജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ്. ഈ തിരമാലകൾ പോലെ തമവ്വുജ്, മൗജ് പോലെ, തിരമാലകൾ പോലെയുള്ള ചലനങ്ങൾ ഉണ്ടാകരുത്. മറിച്ച് ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കണം. അപ്പൊ ഭൂമി ചലിക്കണില്ലേ? ഭൂമി അച്ചുതണ്ട് തിരിയുന്നുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട്. അച്ചുതണ്ടിൽ തിരിണീന് പുറമെ അതിന് അയന സഞ്ചാരം വേറെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ അയന സഞ്ചാരത്തിന് പുറമെ ഈ ഈ ഭൂമി എന്ന് പറയുന്നത് സൂര്യന്റെ ഒരു ഗ്രഹമാണ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് ഈ മിൽക്കി വേയിലെ നക്ഷത്രമാണ്. ഈ മിൽക്കി വേക്കിന്റെ കേന്ദ്രത്തിന് ചുറ്റും ഇവ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശല്യം വേറെ പറയുന്നുണ്ട്. പിന്നെ ഈ മിൽക്കി വേ ഏതോ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ അതിൽ സൂര്യനും ഇതുപോലുള്ള എല്ലാം കൂടെ കൂടിയിട്ടാണ് പോണത്. വേറെ ചലനം പോകുന്നുണ്ട്. ഇങ്ങനെ എത്രയോ ചലനങ്ങളുണ്ട് എന്ന് ഇവർ പറയുന്നു. ഈ ചലനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രകമ്പനങ്ങൾ ഉണ്ടാകരുത്, ഭൂകമ്പങ്ങൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ തിരമാലകൾ പിന്നെ ഇങ്ങനെയുള്ള മാതിരി അതിന് ഒരു വേവ്സ് വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേവ്സ് വന്നിട്ട് അത് അവന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതിൽ നിന്നൊക്കെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പർവ്വതങ്ങൾ കൊണ്ട് ഭൂമിയെ ഉറപ്പിച്ചിട്ടുണ്ട്. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീഷ്. മാത്രമല്ല ഈ ഭൂമിയിൽ അവൻ മുളപ്പിച്ചിട്ടുണ്ട്. മിൻ കുല്ലി സൗജിൻ ബഹീജ്, എല്ലാ ഇണകളിൽ നിന്നും, എല്ലാ ഇണകളിൽ നിന്നും. അത് ബഹീജ്, നോക്കിയാൽ നോക്കി നിൽക്കുന്ന ആൾക്ക് ബഹജത്ത്, ഒരു വല്ലാത്ത ഒരു കൗതുകമുണർത്തുന്ന. അപ്പൊ കൗതുകമുണർത്തുന്ന എല്ലാ തരം ഇണകളെയും, ചെടികള് സസ്യങ്ങളാണെങ്കിൽ ആ സസ്യങ്ങളാണ്, അവ മുഴുവനും ഇണകളാണ്. അതില് മെയിലും ഫീമെയിലും ഉണ്ട്. മെയിലും ഫീമെയിലും ഇല്ലാത്ത ചെടികളില്ല, മരങ്ങളില്ല, സസ്യങ്ങളില്ല, ഒന്നുമില്ല. ഇനി ആ സസ്യങ്ങൾ തിന്നിട്ട് പിന്നെ അവിടെ ഭൂമിയിൽ ഉണ്ടാകുന്ന മറ്റ് ജന്തുമൃഗാദികളെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും അതും അമ്പത്തിനായെന്ന് പറഞ്ഞതിന്റെ പരിധിയിൽപ്പെടും. അമ്പത്താന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മുളപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചെടിയായിട്ട് മുളക്കുന്നത് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്ന, ഈ ഭൂമിയിൽ അള്ളാഹു ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെയുള്ള ജന്തുജാതികളും ഈ അമ്പത്ത എന്നുള്ള വാക്കിന്റെ പരിധിയിൽപ്പെടും. അവയും ഇതുപോലെ തന്നെ ഇണകളാണ്. ഇണകളല്ലാതെ എല്ലാറ്റിന്റെയും ഇണകളായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അതൊരു പക്ഷെ മനുഷ്യനെ പോലെ ജീവനുള്ള വസ്തുക്കളാകാം, അല്ലെങ്കിൽ ചെടികൾ പോലുള്ള, വൃക്ഷങ്ങൾ പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ജന്തുലോകത്തുള്ളത് അവ ഇണകളായിട്ടാണ്. അതല്ലെങ്കിൽ പ്ലാന്റ് കിങ്ഡം എന്ന് നമ്മൾ പറയുന്ന സസ്യലോകമാണെങ്കിൽ അതങ്ങനെയാണ്. ഇനി അതൊന്നും അല്ലാത്ത നിർജീവ വസ്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന പദാർത്ഥങ്ങൾ എടുത്ത് നോക്കിയാൽ പദാർത്ഥങ്ങൾ പോലും അങ്ങനെയാണ്. ഇനി പദാർത്ഥങ്ങൾ മാത്രം ആകണമെന്നില്ല, അതല്ലാത്ത എനർജിയുടെ ഫോം ആണെങ്കിൽ അതും അങ്ങനെ തന്നെയാണ്. ഒക്കത്തിലും ഇണകളുണ്ട്. ഒക്കെ പേഴ്സ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരു പ്രോട്ടോൺ ഉണ്ടായിരിക്കും. ഒരു പശു ഉണ്ടെങ്കിൽ അതിനൊരു മൂരി ഉണ്ടായിരിക്കണം. ഒരു അഹമ്മദ് ഉണ്ടെങ്കിൽ ഒരു ഫാത്തിമ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു ചെടി വരികയാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് വന്നാലും ചിലപ്പോൾ അത് കായ്ക്കൂല. അപ്പൊ കൃഷിഭവനിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് മെയിലും ഫീമെയിലും ഇല്ലാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് അതിന് മെയിലാണെങ്കിൽ ഒരു ഫീമെയിൽ അവർ വേർത്തരും, ഫീമെയിലാണെങ്കിൽ മെയിൽ വേർത്തരണം. അതിന് പരാഗണം നടക്കണം, അപ്പോഴൊക്കെ അത് കായ്ക്കുന്നുള്ളൂ. ഒക്കെ അങ്ങനെ തന്നെയാണ്. ഈ രൂപത്തിൽ അള്ളാഹ് എല്ലാത്തിനെയും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ അമ്പത്തിന ഫിഹ, അമ്പത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ചെടി ഭൂമിയിൽ നിന്ന് മുളക്കണതിന് മാത്രമാണ് അമ്പത്ത എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടാകുന്ന, അള്ളാഹ് ഉണ്ടാക്കുന്ന എല്ലാം അതിലുൾപ്പെടും. അമ്പത്തക്കും ഫിൽ അർളി നബാത്ത,
മനുഷ്യന്റെ കാര്യം പറയുന്നിടത്ത് പോലും അള്ളാഹു ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോ മിൻകുല്ലി സൗജിൻ ബഹീഷ്, ഇണകളിൽ നിന്ന്, എല്ലാ ഇണകളിൽ നിന്നും, അത് മനുഷ്യരിലാകാം, ജന്തുലോകത്താകാം, സസ്യലോകത്താകാം, പദാർത്ഥ ലോകത്താകാം, ഏതിലും, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെട്ടതാകാം, അല്ലെങ്കിൽ നമ്മുടെ അറിവിൽപ്പെടാത്തതാകാം, എല്ലാറ്റിനെയും അല്ലാഹ് ഇണകളായിട്ട് സൃഷ്ടിച്ചു. ആ ഇണകളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു കൗതുകമാണ്. നോക്കുന്ന ആളുകൾക്ക് ബഹിജത്തുണ്ടാക്കുന്ന, മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാക്കുന്ന അങ്ങനത്തതാണ്. ഐ മിൻകുല്ലി സുൻഫിൻ മിൻ അസുനാഫിൻ നബാത്ത്. പിന്നെ അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു വന്നപ്പോ ഒന്ന് ചുരുക്കി, മിൻകുല്ലി സുൻഫിൻ മിൻ അസുനാഫിൻ നബാത്ത്. നബാത്ത് സസ്യങ്ങൾ, സസ്യങ്ങളുടെ ഇനങ്ങളിൽപ്പെട്ട എല്ലാ ഇനങ്ങളെയും നാം ഉണ്ടാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, എല്ലാം ഉൾപ്പെടും. ബഹീജ്, ബഹജത്ത് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്, മനസ്സിലുണ്ടാകുന്ന സന്തോഷത്തിനാണ് ബഹജത്ത് എന്ന് പറയാം. ബഹീജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹജത്ത് നല്ല സന്തോഷകരമായ, കൗതുകകരമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ് വരിക. അത് ഏതിന്റെ വിശേഷണമായിട്ടാണ് വന്നിട്ടുള്ളത്? സൗജിന്റെ വിശേഷണമായിട്ടാണ്. കൗതുകകരമായിട്ടുള്ള ഇണകൾ. ആ ഇണകൾ ഏതിലാണ് ഉണ്ടാകുന്നത്? മിൻകുല്ലിൻ, മിൻകുല്ലാണ്, എല്ലാറ്റിൽ നിന്നും. അപ്പൊ മനുഷ്യരിലാകാം, മൃഗങ്ങളിലാകാം, ചെടികളിലാകാം, പദാർത്ഥങ്ങളിലാകാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഈ എനർജി പോലെയുള്ള ഫോമുകളിലുള്ള മറ്റ് ആശയങ്ങളിലാകാം, ഒക്കത്തിലുമാകാം. അല്ലത്തി തെസുറുനാദിറഹ, ഈ ബഹിജത്ത്, ബഹീജിന്റെ അർത്ഥാണ് പറയുന്നത് തെസുറുനാദിറഹ. അത് തെസുറു, സുറൂർ ഉണ്ടാക്കും. നാദിറഹ, ആർക്കാണ് സുറൂർ ഉണ്ടാക്കുന്നത്? അത് നോക്കുന്ന ആൾക്ക്. തെസുറുവിന്റെ ഫാഴില്, തെസുറുവിന്റെ ഫാഴില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബാത്തിലേക്കാണ് മടങ്ങണത് അമീർ. തെസുറു സന്തോഷമുണ്ടാക്കുന്നു, അത് സന്തോഷമുണ്ടാക്കുന്നു. അതിൽ ഒരു ലമീറുണ്ട്, മുസ്തത്തിർ, തഖ്ദീറുഹു ഹിയ. ആ ലമീർ യഊദു ഇല അന്നബാത്ത്. അവ സന്തോഷം നൽകും. ആർക്കാണ് നൽകുന്നത്? നാദിറഹ, അത് മഫ്ഊലു ബിഹിയാണ്, നോക്കുന്നവരിലേക്ക്. അവയെ നോക്കിയ നോക്കുന്നവന് വല്ലാത്തൊരു സന്തോഷമാണ്. അത് പ്രത്യേകിച്ച് സസ്യലോകത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അത് കൃഷി അല്ലെങ്കിൽ ഒരു മരം അല്ലെങ്കിൽ ചെടികൾ, അത് നമ്മൾ വളർത്തിയിട്ട് അതിലേക്ക് നോക്കിയാൽ ഒരു കർഷകൻ ഉണ്ടാകുന്ന സന്തോഷം അത്രയും വലിയ സന്തോഷമാണ്. അതിന് സമാനമായൊരു സന്തോഷം വേറൊന്നുമില്ല. ഒരു വലിയൊരു ബിസിനസ്സുകാരന്റെ ബിസിനസ് കെട്ടിപ്പടുത്ത് വളർത്തി കൊണ്ടുവന്നിട്ട് അത് ഏറ്റവും വിജയിച്ചു കാണുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷമാണോ ഒരു കർഷകന് അയാൾ കൃഷി ചെയ്തിട്ട് അയാളുടെ ചെടികൾ ഇങ്ങനെ പൂത്തും മുലച്ചും കായ്ച്ചും നിൽക്കുന്നത് നോക്കി അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷാന്ന് വെച്ചാൽ ഈ രണ്ടാമത് പറഞ്ഞതായിരിക്കും സന്തോഷം ഏറ്റവും വലുത്. മറ്റത് പ്രശ്നമാണ്. ഇത് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. കൃഷി എപ്പോഴും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വഴിയാണ്. അതേ സന്ദർഭത്തിൽ കച്ചവടം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമാധാനത്തിന്റെ അല്ല, അത് എപ്പോഴും ടെൻഷന്റെ ഒരു വഴിയാണ്. അതുകൊണ്ട് നോക്കുന്ന ആളുകൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇണകളാകുന്ന ചെടികളെ അദ്ദേഹം ചുരുക്കി പറഞ്ഞു. പക്ഷെ ചെടികൾ മാത്രമല്ല, തസുറുനാദറഹ വതുഅജിബു മുബ്സിറഹ, അത് കാണുന്നവരിൽ അത് കൗതുകമുളവാക്കുന്നു. അഅജബ യുഅജിബു, ഇഅ്ജാബ് ഉണ്ടാക്കുന്നു, കൗതുകം ഉണ്ടാക്കുന്നു, ഇംപ്രസ് ചെയ്യുന്നു. അതിനാണ് അഅജബ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് അതാണ്. അഅജബ ഇംപ്രസ് ചെയ്യുന്നതിനാണ് പറയാ. ഇപ്പൊ ഒരു കാര്യം എന്നെ അത് ഇംപ്രസ് ചെയ്തു എന്നാണ് അഅജബനി എന്നുള്ളതാണ്, എന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ള അജബിലേക്ക് പോണ്ട, അത്രത്തോളമല്ല. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അങ്ങനെ വരുള്ളൂ. ഒരു കോമൺ യൂസേജിൽ അഅജബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രസ് ചെയ്തു എന്നാണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? തുഅജിബു, അത് ഇഅ്ജാബ് ഉണ്ടാക്കുന്നുണ്ട്, കൗതുകമുണർത്തുന്നുണ്ട്, ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. മുബ്സിറഹ, അതിനെ നോക്കുന്ന ഒരാൾക്ക്. അബ്സറ യുബ്സിറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് നോക്കണേനാണ് പറയാ, ബസറുകൊണ്ട് നോക്കുക. മുബ്സിറുൻ, നോക്കുന്നവൻ. അതിനെ, ആ സസ്യങ്ങളെ നോക്കുന്ന ഒരാൾക്ക്, ദൃഷ്ടി കൊണ്ട് നോക്കുന്ന ഒരാൾക്ക് അത് വല്ലാതെ കൗതുകമുണർത്തും, അയാൾക്ക് വല്ലാത്ത ഇംപ്രഷൻ ഉണ്ടാക്കും. കുളിർമ നൽകും, തണുപ്പ് നൽകും. അല്ല, അക്കറ യുക്കിറു വേറെയാണ്.
അഖറ യുഖിറു എന്ന് പറഞ്ഞാൽ അംഗീകരിപ്പിക്കുക. ഇതെന്താ വെച്ചാല് ഖർറ് നൽകുക. ഖർറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് എന്നാണ്. ഖുറത്തായ ഖർറും ഖുറും ഒന്ന് തന്നെ. അതിന്റെ തണുപ്പിനാണ് പറയാ. ലാ ഹർറും വലാ ഖുർ, തണുപ്പുമില്ല ചൂടുമില്ല. പിന്നെ ഖുറത്തഅ്യുനിൻ വജഅൽനാലിൽ മുത്തഖീന ഇമാമ, അവിടെ ഖുറത്തഅ്യുനിൻ കണ്ണുകൾക്ക് തണുപ്പ്, കൺകുളിർമ എന്ന് പറയും. നമ്മൾ കൺകുളിർമ പറയുമ്പോ സന്തോഷം എന്ന് ഒറ്റ മർത്തേ മനസ്സിലാക്കുള്ളൂ. കണ്ണിന് തണുപ്പ് എന്നുള്ളതാണ്. അപ്പോ തുഖിറു എന്ന് പറയണ്ട, അതിന് തഖറു, അതിന്റെ ശരിക്ക് ഫഴല അത് മതി. തഖറു അത് പിന്നെ ഖർറ് നൽകും, അത് തണുപ്പ് നൽകും. ഏതിന്? അയിന, കണ്ണിന്. തഖറുവിന്റെ ഫാഴില്, ഇതിന്റെ ഒക്കെ ഫാഴില് ലമീറാണ്. മുസ്തത്തിർ തഖ്ദീറു ഹിയ, അതൊക്കെ മടങ്ങി പോകുന്ന നബാത്തിലേക്കാണ് കേട്ടോ. ആ നബാത്തുകൾ നോക്കുന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കും, സുറൂർ ഉണ്ടാക്കും, അത് എഴുജാബ് ഉണ്ടാക്കും, അത് ഖുർറ് നൽകും. എന്തിന്? അയിന്, കണ്ണിന്. ആരുടെ കണ്ണിന്? അയിന റാമിഖിഹ, അതിലേക്ക് നോക്കുന്ന. റമക്ക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നോക്കണേനാണ് റമക്ക എന്ന് പറയാം. റമക്ക യർമുഖ്, നോക്കുക. അപ്പൊ അതിലേക്ക് കണ്ണുകൊണ്ട് നോക്കുന്ന ഒരാളുണ്ടല്ലോ, ആ നോക്കുന്ന ഒരാളുടെ കണ്ണിന് കുളിർമ നൽകും. അപ്പൊ ഒരു നല്ലൊരു കൃഷി നിങ്ങൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ആ നോക്കുന്ന ആളുടെ കണ്ണിന്, അയാളുടെ കണ്ണിലും അയാളുടെ മനസ്സിനും അത് വല്ലാത്തൊരു തണുപ്പാണ്, ഒരു ഐസാണ് കോരിയിടുക. അത് പറഞ്ഞു. ഇതെല്ലാം അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു ഉണ്ടാക്കി വെച്ചത് ലി അക്കിലി ബനി ആദം, ബനു ആദമിനെ തിന്നാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കി ചുരുക്കി കൊണ്ടുവരാണ്. സംഗതി ഒരു തിന്നല് മാത്രമല്ല, പക്ഷെ മൂപ്പരതയില് ചുരുക്കി പറയാന്ന് മാത്രമേ ഉള്ളൂ. അത് ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടക്കിടക്ക് പിന്നെ അതിന്റെ അമ്മായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഹാസിലേക്ക്, അതിൽ പെട്ടെന്ന് മനുഷ്യന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോകും. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെൻസിറ്റൈസ് ചെയ്യാനാണ്. ആ ജനറൽ ഐഡിയ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മിൻകുല്ലി സൗജിൻ ബഹീജ്, അവിടെ കുല്ല് പറയുമ്പോൾ കുറെ കൂടി ആമാണ്. പിന്നെ അത് മൂപ്പര് കുറച്ചും കൂടി അതിനൊന്ന് ചുരുക്കി മിൻകുല്ലി സുൻഫിൻ മിൻ അസ്നാഫിൻ നബാത്തിലേക്ക് ചുരുക്കി. പിന്നെ നബാത്തിലേക്ക് ചുരുക്കിയിട്ട് പിന്നെ അത് അക്കലിലേക്ക് ചുരുക്കി. അക്കല് മാത്രമല്ല, അതിൽ വേറൊരുപാട് കാര്യങ്ങളില്ലേ. മനുഷ്യനൊരു വസ്തു, ഇങ്ങനെയുള്ള വസ്തുക്കളെ മനുഷ്യൻ ഉപയോഗിക്കുന്നത് വെറും തിന്നാൻ മാത്രമാണോ? അല്ലല്ലോ. തിന്നാൻ മാത്രമല്ല, ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന നല്ല പട്ടുകൾ, അല്ലെങ്കിൽ നമ്മളെ വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ കോട്ടണുകൾ, ഇത് നമ്മൾ തിന്നിട്ടല്ല, നമ്മൾ ഉപയോഗിച്ചിട്ടാണ്. അതും അതിന്റെ ഇനത്തിൽ തന്നെയല്ലേ പെടുക. അതുപോലെ തന്നെ വാക്കിലി ബഹായിമിഹിം വ മനാഫിഹിം, അവർക്ക് തിന്നുന്നതിന് വേണ്ടിയും, വാക്കിലി ബഹായിമിഹിം അവരുടെ കന്നുകാലികൾക്ക് തിന്നുന്നതിന് വേണ്ടിയുമാണ്, വ മനാഫിഹിം അവരുടെ ഉപകാരത്തിന് വേണ്ടിയുമാണ്. അപ്പൊ ഇതെല്ലാം അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യരുടെ പിന്നെ പെറ്റ്സ്, അവരുടെ മൃഗങ്ങൾ, കന്നുകാലികൾ, അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, അവർക്ക് വേണ്ട മനാഫികൾ, ഉപകാരങ്ങൾ അതെടുക്കുന്നതിന് വേണ്ടിയാണ്. വഹസ്സ മിൻ തിൽക്കൽ മനാഫിഇ ബിദ്ദിക്ർ വഹസ്സ, പിന്നെ അള്ളാഹ് ഖാസ്സായിട്ട് പറഞ്ഞു, അള്ളാഹ് പ്രത്യേകമായി പറഞ്ഞു. ഇങ്ങനെ ജനറലായി പറഞ്ഞതിന്റെ പുറമെ പിന്നെ അള്ളാഹ് പർട്ടിക്കുലറൈസ് ചെയ്തിട്ട് പറഞ്ഞു മിൻ തിൽക്കൽ മനാഫിഇ, അത്തരത്തിലുള്ള മനാഫികളിൽ നിന്ന്, മനുഷ്യന് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന്. ബിദ്ദിക്ർ, ഹസ്സ ബിദ്ദിക്ർ എന്നാണ് കേട്ടോ. ഹസ്സ ബിദ്ദിക്രി മിൻ തിൽക്കൽ മനാഫി, അങ്ങനെ ബന്ധിപ്പിച്ച് വായിച്ചില്ലെങ്കിൽ അർത്ഥം മനസ്സിലാവില്ല. ഹസ്സ ബിദ്ദിക്ർ, പ്രത്യേകമായി പറഞ്ഞു. ആദ്യം ആമായി പറഞ്ഞു, പിന്നെ ഹസ്സ ബിദ്ദിക്ർ, പിന്നെ ദിക്ർ, അതിനെ കുറിച്ചുള്ള പരാമർശം പ്രത്യേകമായിട്ട് പറഞ്ഞു. അത് മിൻ തിൽക്കൽ മനാഫി, ആ ഉപകാരങ്ങളിൽ നിന്ന് അള്ളാഹ് പ്രത്യേകമായി പറഞ്ഞു. അൽ ജന്നാത്ത്, ഏതിനാണ് ഹസ്സ ബിദ്ദിക്ർ പ്രത്യേകം പറഞ്ഞത്? ചില തോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ ജന്നാത്തുകൾ എന്ന് പറഞ്ഞാൽ അൽ മുസ്തമില, ആ ജന്നാത്തുകൾ ഉൾക്കൊള്ളുന്നവയാണ്. ആ തോട്ടങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിനെ ഉൾക്കൊള്ളുന്നുണ്ട്? അലൽ ഫവാക്കിഹിൽ ലദീദത്തി, വളരെ ആസ്വാദ്യകരമായിട്ടുള്ള പഴങ്ങൾ. ഫാക്കിയത്ത് ഫവാക്കിഹ്, പഴങ്ങൾ. ലദീദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള, വളരെ
ആ തോട്ടങ്ങളിൽ നല്ല പഴങ്ങൾ ഉണ്ടാകുന്നു, പഴങ്ങൾ ഉൾക്കൊള്ളുന്നു പറഞ്ഞിട്ട് ആ പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ആ പഴം? മിന്നുള്ളത് ബയാൻ ചെയ്യാനാണ്. ഇനി പറയുന്നത് അത്തരം പഴങ്ങളാണ്. അതിന്റെ ബയാനിന് വേണ്ടിയാണ് മിന്ന് പറഞ്ഞത്. അർത്ഥം പറയുന്നതിന് പകരം നിങ്ങൾക്ക് അങ്ങനെ ഓരോന്ന് മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ആദ്യം പിന്നെ ഇതിന് ആമ്പിൽ നിന്ന് ഹാസു ഇങ്ങനെ ചുരുങ്ങിയാണ് പോരുന്നത്. ആദ്യം പറയുമ്പോ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുല്ല് പറഞ്ഞു, അതിലെല്ലാം വന്നു. പിന്നെ കുല്ലിൽ നിന്ന് ആലമുൻ നബാത്തിലേക്ക് ചുരുങ്ങി. പിന്നെ അതിൽ നിന്ന് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആലമുൻ നബാത്തിൽ നിന്ന് മനുഷ്യന്റെ അക്കലും മനാഫിഴും മാത്രം പറഞ്ഞു. അങ്ങനെ മനുഷ്യന്റെ അക്കലും മനാഫിഴും പറഞ്ഞിട്ട് അതിന് ഉപകരിക്കുന്ന ജന്നാത്തിനെ കുറിച്ച് പറഞ്ഞു. ആ ജന്നാത്തിൽ തന്നെ പലതും ഉണ്ടാകുന്ന കൂട്ടത്തിൽ ഫവാക്കിഹ് ലദീദത്ത് പറഞ്ഞു. ആ ഫവാക്കിഹ് ലദീദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബയാനാണ് മിനൽ ഇനബ്, ഒന്നുകിൽ മുന്തിരിയായിരിക്കും, വറുമ്മാൻ അല്ലെങ്കിൽ പിന്നെ മാതള നാരങ്ങ ആയിരിക്കും. റുമ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ റുമ്മാൻ പഴം, അതിനെന്താന്ന് പറഞ്ഞാൽ മാതളല്ല, ശരിക്കും അനാറാണ്, പോമഗ്രനേറ്റ്. പിന്നെ ഉത്തുറുജ്, അത് ഉത്തുറുജ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നാരങ്ങയാണ്. തുഫാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിളാണ്. വഗൈരി ദാലിക്, ഇതല്ലാത്തതും. മിൻ അസ്നാഫിൽ ഫവാക്കി, പഴങ്ങളുടെ പലതരം ഇനങ്ങൾ, അവയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. വമിനൻ നഖീൽ, പിന്നെ ആ കൂട്ടത്തിൽ നഖീൽ പറഞ്ഞു. അതൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ അല്ലെങ്കിൽ വേറൊരിടത്ത്. നഖീൽ പറഞ്ഞാൽ ഈത്തപ്പന. ആ ഈത്തപ്പനയെ കുറിച്ച് പറയുന്നിടത്ത് ബാസിഖാത്ത് എന്ന് പറഞ്ഞു, നീണ്ട ഈത്തപ്പനകൾ, ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകൾ. ബാസിഖാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അത്വാൻ, നീണ്ടവയാണ്. അല്ലത്തി യതൂലു നഫ്ഉഹ, നീണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരത്തിന്റെ നീട്ടം മാത്രമല്ല. ചില ചെടികളൊക്കെ ഒരു വർഷം നിൽക്കുള്ളൂ, ചില ചെടികൾ ഒരു സീസണ് നിൽക്കുള്ളൂ, ഒരു വർഷം പോലും നിൽക്കൂല. ഒരു സീസൺ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. ചിലതൊരു വർഷം നിൽക്കും, ചിലതൊരു വർഷമല്ല, കുറച്ച് കാലങ്ങൾ നിൽക്കും, 2-3 വർഷമൊക്കെ നിന്നിട്ട് പിന്നെ അത് പോകും. എന്നാൽ ഈത്തപ്പനകൾ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 വർഷമല്ല, അത് അവയുടെ മനാഫി നീണ്ടു നിൽക്കുന്നവയാണ്. ഈ എത്തുവാൻ എന്ന് പറഞ്ഞാൽ എത്തൂരു നഫ്ഉഹ, അവയുടെ ഉപകാരം നീണ്ടു നിൽക്കും, കുറെ വർഷങ്ങൾ നിൽക്കും. ചിലപ്പോ ഒരു മനുഷ്യനേക്കാൾ വയസ്സുണ്ടാവും. അപ്പൊ തെങ്ങൊക്കെ ഒരു മനുഷ്യനേക്കാൾ പ്രായമുള്ള തെങ്ങുകൾ ഉണ്ടാവും. എത്ര കാലം തേങ്ങ തരുന്നു. അപ്പൊ തെർത്തഫ്യുലസമ, അത് മാത്രമല്ല അവയുടെ ഉപകാരം നീണ്ടു നിൽക്കുന്നത് മാത്രമല്ല, അവയുടെ പിന്നെ സൈസ് നോക്കുകയാണെങ്കിലും ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത് അതും ബാസിഖാത്തിന്റെ അർത്ഥത്തിൽപ്പെട്ടത് തന്നെയാണ്. ശരിക്കുള്ള തൂല്, ആ തൂല് 2 രൂപത്തിലാണ്. തൂല് ഒന്നതിന് മുർത്തഫിയത്തുൻ ഇലസമ ആണ്, അതല്ലെങ്കിൽ പിന്നെ അത് യത്തൂലു നഫ്ഉഹ, അതിന്റെ നഫ്ഉ നീണ്ടു നിൽക്കുന്നതാണ്. ഹത്താ തബ്ലുഗ മബ്ലഗൻ, അങ്ങനെ അത് നീണ്ടിട്ട് അതൊരു തബ്ലുഗ, ആ ഈത്തപ്പനകൾ എത്തും, മബ്ലഗൻ, ഒരു സ്ഥാനത്ത്. ലാ യബ്ലുഗുഹു കസീറുൻ മിനൽ അസ്ജാർ, മരങ്ങളുടെ കൂട്ടത്തിൽ പല മരങ്ങളും അത്രത്തോളം എത്തുകയില്ല. പല മരങ്ങളിലും എത്താത്ത അത്ര ഉയരത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന വിധത്തിൽ ഈത്തപ്പനകൾ വളരും. ഫതഖ്റുജു, അങ്ങനെ ഈത്തപ്പനയിൽ നിന്ന് പിന്നെ പുറത്തു വരുന്നു, അഥവാ അതിൽ നിന്നുണ്ടായിത്തീരുന്നു. മിനത്വൽഇൻ നളീദ്, ത്വൽഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെന്താ ഈത്തപ്പനന്റെ കൊലകളാണ്. അത് നളീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതാണ്. ഈത്തപ്പന കൊലകൾ കാണാൻ രസം തന്നെയാണ്, അത് അടുക്കി വെച്ചത് രസമുള്ളത് തന്നെയാണ്. അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നുണ്ട്, നമ്മൾ അത്ഭുതപ്പെട്ടു. ചെറിയൊരു മരത്തുമേ അല്ലെങ്കിൽ ഒരു ഈത്തപ്പനമേ എത്ര കിലോ ഉണ്ടാവും നിങ്ങൾ കേൾക്കുന്നത്? നന്നായി കായ്ക്കണ ഒരു ഈത്തപ്പനന്മ അത് വെട്ടി ഇറക്കിയിട്ട് അത് മുഴുവനും തൂക്കി നോക്കിയിട്ട് അത് മുഴുവനും ഈ മരം ഇങ്ങനെ തൂക്കി പിടിച്ച് നിന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസപ്പെടും, അത്ര അധികം ഉണ്ടാവും. അത് ഫി ഖനവാത്തിഹ ഖിൻവാനിഹ, ഖനവാത്തല്ല ഫി ഖിൻവാനിഹ, ഞാൻ വായിച്ചു തെറ്റ്. ഈത്തപ്പനന്റെ ആ തണ്ടുകളിലാണ്. അത് ആ തണ്ടിന്റെ ബലം എത്ര? ആ ഒരു തണ്ടുമ്മ തൂങ്ങി നിൽക്കണത് നിങ്ങളൊന്ന് വെട്ടിയിട്ട് അത് എത്ര കിലോ ഉണ്ടെന്ന് നടന്നു നോക്കി, അപ്പോഴാണ് അത്ഭുതപ്പെടുക. അപ്പൊ അതിന്റെ ബലം എത്രയാണ്? അപ്പൊ അതിന്റെ തിൻവാനുകളിൽ അടുക്കടുക്കാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പന കൊലകളുണ്ട്. ആ ഈത്തപ്പന കൊലകൾ വരുന്നു. ആ കൊലകളാണ് നെളീത് അടുക്കി വെച്ചതാണ് ഫി തിൻവാനിഹ, അത് ഈത്തപ്പനന്റെ ആ തണ്ടിലാണ്. തണ്ടുകളിൽ അടുക്കി വെച്ചിട്ടുള്ള ആ ഈത്തപ്പനയുടെ പഴങ്ങൾ അത് ആ മരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു.
മാ ഹുവ റിസ്ഖുൽ ലിൽ ഇബാദ്, അത് മാ യാതൊന്നാണ്, ഹുവ അത് റിസ്ഖാണ്, ലിൽ ഇബാദ് മനുഷ്യർക്ക്, സൃഷ്ടികൾക്ക്. അതെ, അടുക്കി വെച്ച അതിൽ കൂത്തൻ ഭക്ഷണമായിട്ടുണ്ട്, ഉദുമൻ കൂട്ടാനുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മുഖ്യ ആഹാരമായിട്ട് ഉപയോഗിക്കാവുന്നത് കൂത്ത്. മുഖ്യ ആഹാരമല്ലാതെ നമ്മൾ കറി മാതിരി ഉണ്ടാക്കുന്ന ഉദുമ്. ഇപ്പൊ ഫാക്കിഹത്തൻ, ഇനി അതല്ല പഴമായിട്ട് കഴിക്കുന്നത് അതിലുണ്ട്. ഈത്തപ്പഴം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കൂത്താണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഉദുമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതിൽ നിന്നും, ഇങ്ങനെ ഉണ്ടാകുന്ന പലതിൽ നിന്നും ഇതാമുണ്ടാവും. ഇപ്പൊ ഈത്തപ്പനയിൽ നിന്ന് തന്നെ നമ്മളെടുക്കുന്ന സിറപ്പ് ഇതാമിന്റെ ഭാഗത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതും ഈത്തപ്പന ഉപയോഗിക്കുന്നുണ്ട്. ഏക്കുരൂനമൻ, അതിൽ നിന്ന് മനുഷ്യർ തിന്നുന്നു എന്ന് മാത്രമല്ല, വയത്തഹിറൂൻ, അതിൽ നിന്ന് അവർ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഇദ്ദഹറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതിനാണ് പറയാ, സേവ് ചെയ്ത് വെക്കണീന്. ഇദ്ദിഖാർ സേവിങ് എന്നുള്ളതിന് ഈ വാക്കാണ് പ്രയോഗിക്കുക. വമ്മാ തദ്ദഖിറൂന ഫീ ബുയൂത്തിക്കും, ഹിസാബുൽ ഇദ്ദിഖാർ എന്ന് പറയും, സേവിങ്സ് അക്കൗണ്ടിന് അതാ പറയാ. എടുത്ത് സൂക്ഷിച്ചു വെക്കണേന് അർത്ഥത്തിനെ പറ്റി നബി പറഞ്ഞു. ആദ്യം വിലക്കിയിരുന്നു, പിന്നെ പറഞ്ഞു കുലു വദ്ദഖിർ, എടുത്തോളി. ഈത്തപ്പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എടുത്തു വെക്കും. ഇപ്പൊ ഉണ്ടാകുന്നത് ഇവരെടുത്തിട്ട് സൂക്ഷിച്ചു വെച്ചാൽ അടുത്ത വർഷം ഉണ്ടാകുന്നത് വരെ. അത് 2 രൂപത്തിലാണ്. ഒന്ന് പ്രോസസ് ചെയ്തിട്ടുണ്ട്, പിന്നെ അതല്ലാതെ ഇപ്പൊ ഫ്രീസറും കാര്യമൊക്കെ ആയപ്പോ അല്ലാതെ തന്നെ ദീർഘകാലം നിൽക്കും. അങ്ങനെ ഈത്തപ്പഴം ഉണ്ടാകുന്നത് ഒരു സീസണിലാണെങ്കിലും അതിന്റെ ഉപയോഗം ഒരു വർഷമാണ്. അത് ഇദ്ദിഖാർ കൊണ്ടാണ്. ഈത്തപ്പഴം ഒരു വീട്ടിലില്ലെങ്കിൽ അവിടെ പട്ടിണി ഉണ്ട് എന്നാണ്. ബൈത്തുൻ ലാ തംറ ഫീഹി ജിയാഉൻ അഹ്ലുഹു, ഒരു വീട്ടിൽ തെമ്രില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വീട്ടുകാർ പട്ടിണിയിലാണ് എന്നാണ്, വിശപ്പാണ്. മറിച്ച് അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. അപ്പൊ വീട്ടിൽ ഉണ്ടാക്കാൻ ആളുണ്ടോ, ഉണ്ടാക്കാൻ ആളില്ല, ഇതൊന്നുമില്ല, അത് അവിടെ നിന്ന് എടുത്തിട്ട് തിന്നാൽ മതി. അത് തിന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീനും എല്ലാ വസ്തുക്കളും അതിലുണ്ട്. അത്രയും സമീകൃതമായ ഒരു ആഹാരം വേറെ നമുക്ക് കിട്ടൂല. നമുക്ക് വെറും കാരക്ക തിന്നിട്ട് വേണമെങ്കിൽ എത്രയും ജീവിക്കാം. പിന്നെ ഹും വമവാശിഹിം, അത് മനുഷ്യന് മാത്രമല്ല, അവരും അവരുടെ മാശിയത്ത് മവാശി, അവരുടെ കാര്യങ്ങളും. മാശിയത്ത് മേഞ്ഞ് നടക്കുന്നവക്കാണ് മശ, നടന്നു എന്നാണ്. മാശി നടക്കുന്നവൻ, മാശിയത്ത് നടക്കുന്ന. അപ്പൊ നടക്കുന്ന ജീവികൾ എന്ന് പറഞ്ഞാൽ മേഞ്ഞ് നടക്കുന്ന ജീവികൾ അഥവാ കാലികൾ. ഇങ്ങനെയാണ് ഭാഷ വരുന്നത്. വകദാലിക മാ യഖ്റുജുല്ലാഹു ബിൽ മത്തർ മാ യുഖ്രിജുല്ലാഹു ബിൽ മത്തർ, അതുപോലെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നത്. വമാ ഹുവ അസറുഹു മിനൽ അൻഹാർ, ഇനി അതല്ലെങ്കിൽ പുഴയിൽ നിന്ന്, നദികളിൽ നിന്നല്ല, നദികൾ അവയുടെ ഒരു സ്വാധീനം കൊണ്ടുണ്ടായിത്തീരുന്നതും ഇതുപോലെ തന്നെയാണ്. ഒന്നുകിൽ മഴ കൊണ്ടുണ്ടാവും, ചിലടത്ത് മഴ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ നാട്ടിലൂടെ, ആ പ്രദേശങ്ങളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു നദി ഒഴുകുന്നുണ്ടാവും. ഇപ്പൊ ഈജിപ്ത്, സുഡാന് പോലുള്ളടത്തൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം മഴയല്ല. ആ നദി നൈലൊഴുകുന്ന പ്രദേശങ്ങൾ, അത് പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൃഷി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നദികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അല്ലാണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ നദികളെക്കാൾ കൂടുതൽ നമ്മൾ എന്തിനാണ്, മഴയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മഴയെ ആശ്രയിക്കുന്നതുണ്ട്, എന്നാൽ ഇങ്ങനെ നദികളെ ആശ്രയിക്കുന്നതുണ്ട്. അല്ലത്തി ആല വജ്ഹിൽ അർദ്, ഭൂമുഖത്ത്, ഭൂമിയുടെ മുകൾ പരപ്പിൽ ഭൂമുഖത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ, ആ നദിയുടെ സ്വാധീനമായി ഇമ്പാക്റ്റ് ആയിട്ടുണ്ടായിത്തീരുന്നവണ്ട്. എന്നാൽ വെറും മഴ കൊണ്ട്, മഴവെള്ളത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നവയുണ്ട്. വല്ലത്തി തഹ്തഹാ മിൻ ഹബ്ബിൽ ഹസീദ്, അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിൽ കാണുന്നത് മാത്രമല്ല, ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ഹബ്ബ്,
ധാന്യങ്ങളൊക്കെ അങ്ങനെയാണ്. ധാന്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ധാന്യങ്ങൾ അതുപോലെ തന്നെ നട്സ് പോലുള്ളതെല്ലാം ഉണ്ടാകുന്നത് ഹബ്ബ് എന്ന് പറയുന്നത് ഹബ്ബുൽ ഹസീദ്, അതെല്ലാം ഉണ്ടാകുന്നത് ഭൂമിയുടെ അടിയിലാണ്. തഹ്തഹ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ധാന്യം, ഹസീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാവുന്ന. ഹസദ എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റ് ചെയ്തു, കൊയ്തെടുത്തു. ഹസീദ് എന്ന് പറഞ്ഞാൽ കൊയ്തെടുക്കപ്പെടുന്ന ധാന്യങ്ങൾ. ഹബ്ബ് ഹസീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃഷികൾ, അൽ മഹസൂദ് നമ്മൾ കൊയ്തെടുക്കുന്ന കൃഷികൾ. അത് കൊയ്തെടുക്കുന്ന കൃഷി ഇനിയും വിശദീകരിക്കാം. മിന്ന് ബയാൻ കൊടുത്തിട്ട് പറഞ്ഞു, മിൻ ബുറിൻ ഗോതമ്പാകാം, ഷഈർ ബാർലിയാകാം, ദുറത്ത് ചോളമാകാം, ഉറുസ് അരിയാകാം, ദഹന് മില്ലറ്റാകാം, വഗൈരിഹി അല്ലാത്തതാകാം. എല്ലാം ഇതിൽ പറഞ്ഞുപോയി. ഇതിലേറ്റവും പ്രത്യേകത സാധാരണ പേരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഖാസും എന്ന് പറഞ്ഞിട്ട് ആമിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലുതായിട്ട് ആ വിഷയം അതിന്റെ മാക്സിമത്തിൽ എത്തിക്കുക ചെയ്യാം. ഇതില് ഇദ്ദേഹം എന്ത് ചെയ്തിട്ട് ആമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഖാസിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക ചെയ്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആ വിശാലമായ കാഴ്ചപ്പാടില്ല എന്നുള്ളതല്ല, ആ വിശാലമായ കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് മനുഷ്യന്റെ ദൈനംദിന ഉപയോഗങ്ങളിൽ ആവശ്യങ്ങളിൽ വരുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഭൂമിയിലേക്ക് അവർ നോക്കുന്നില്ലേ? ഭൂമി എന്ന് പറഞ്ഞാൽ ഉരുണ്ടതാണെങ്കിലും മദദിനാഹ അതിനെ മദ്ദും ദഹവും ചെയ്തിട്ടുണ്ട്. വൽഖൈന ഫിഹാ റവാസിയ അതിൽ സുക്കൂനും അതുപോലെ ഇസ്തിഖറാറും മനുഷ്യന് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ റാസിയത്തുകളെ അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അത് ജിബാലാണ്. വൽ ജിബാല അർസാഹ അൽഖൈന ഫിഹാ റവാസിയ. റാസിയത്ത് റവാസി എന്ന് പറഞ്ഞെങ്കിൽ അൽ ജിബാലുർ റവാസി, ആഴത്തിൽ വേരുകളുള്ള ഉറച്ചു നിൽക്കുന്ന ഭൂമിയെ നങ്കൂരമിടിയിക്കുന്ന ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന പർവ്വതങ്ങൾ. പിന്നെ വമ്പത്തിനാ ഫിഹ അതിൽ അള്ളാഹു ഉണ്ടാക്കി മുളപ്പിച്ചു. മുളപ്പിച്ചു എന്ന് മാത്രം അതിനെ ലളിതാക്കേണ്ട, ഉണ്ടാക്കി എന്നുള്ള അർത്ഥം. മിൻകുല്ലി സൗജിൻ എല്ലാ ഇണകളിൽ നിന്നുണ്ടാക്കി. മനുഷ്യനാകാം, മൃഗമാകാം, അല്ലെങ്കിൽ സസ്യങ്ങളാകാം, അല്ലെങ്കിൽ പദാർത്ഥങ്ങളാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള അള്ളാന്റെ സൃഷ്ടികളുടെ മറ്റു രൂപങ്ങളാകാം. അവയൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചത് സൗജായിട്ടാണ്. അവയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അള്ളാന്റെ ആ സൃഷ്ടികളിലേക്ക് നോക്കുകയാണെങ്കിൽ അവ നമുക്ക് ബഹജത്ത് നൽകും. അവ യുഅ്ജിബുന നമുക്ക് ഇഅ്ജാബ് ഉണ്ടാക്കും. നമ്മളെ നോക്കുന്ന ഒരാളുടെ കണ്ണിന് കുളിർമ നൽകും, നമ്മൾക്ക് ഹൃദയത്തിന് സുറൂറ് നൽകും, നമുക്ക് ഇഅ്ജാബ് ഉണ്ടാക്കി തീർക്കും. അങ്ങനെയുള്ള വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കി തീർത്തു. അപ്പൊ ഇതൊക്കെ വളരെ ആമാണ്. ആ ആമിൽ നിന്ന് നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിലേക്ക് വരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇവിടെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഏതൊക്കെ പെട്ടു. ഇവിടുന്ന് പ്രത്യേകം മൂപ്പര് പറഞ്ഞു, വഹസ്സ മിൻ തിൽക്കൽ മനാഫിഉ ബിദ്ദിക്ർ അൽ ജന്നാത്ത്. ആ ജന്നാത്തിൽ ഫവാക്കിഹ്, ആ ഫവാക്കിഹിൽ ഇനബ്, റുമ്മാൻ, ഉത്രുജ്, തുഫാഹ്, ഗൈർ ദാലിക്. ആ ഫവാക്കിന്റെ കൂട്ടത്തിൽ നഖീലിനും പറഞ്ഞു. ആ നഖീലിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞു ആ നഖീലിന്റെ പ്രത്യേകത തലുൻ നളീദ് മിൻ ഫീ ഖിൻവാനിഹ. അത് പറഞ്ഞു അത് കൂത്തൻ വ ഉദുമൻ വ ഫാക്കിഹത്തൻ വയക്കുലൂന മിൻഹു വയദ്ഖറൂൻഹും വ മവാശിഹിം വകദാലിക മാ യുഖ്രിജുല്ലാഹു ബിൽ മത്തർ. മഴ കൊണ്ടുണ്ടാക്കുന്ന പറഞ്ഞു. മഴ അല്ലെങ്കിൽ വമാഹു അസറുഹു ബിൽ അൻഹാർ, നദികളുടെ ഇമ്പാക്ട് കൊണ്ടുണ്ടാകുന്നതാവാം. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബ്ബുൽ ഹസീദ് പെട്ടു. ആ സറ മഹസൂദിൽ മിൻ ബുർരിൻ വ ശഈരിൻ വ ദുറത്തിൻ വ അർസിൻ വ ദഖനിൻ വ ഗൈരിഹി, ഇതെല്ലാം അതിൽ പെട്ടു. കുറെ വാക്കുകൾ വന്നു, ബാക്കിയുള്ളതെല്ലാം അതിന്റെ ഒരു ബ്രേക്ക് ഡൗണുകളാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വമാ ഹുവ അസറുഹു മിനൽ അൻഹാർ. കേട്ടില്ല? അത് മദ്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെ. സ്വത്ത് എന്ന് പറഞ്ഞാൽ പ്രതലാക്കി. അത് ഭൂമിനെ എങ്ങനെ അള്ളാഹ് എങ്ങനെ പ്രതലാക്കിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉരുണ്ടൊരു വസ്തുവാണല്ലോ. ആ സ്വത്ത് പറയണ തന്നെ ഇങ്ങനെ ഉരുണ്ടൊരു വസ്തുവിനെ നിങ്ങൾക്ക് എങ്ങനെ സ്വത്താക്കി തന്നു? അത് ആ ഭൂമിന്റെ വലിപ്പം കൊണ്ടാണ്. ആ വലിപ്പം കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയെ വിലയിരുത്തുന്ന മനുഷ്യന്റെ കപ്പാസിറ്റിയുടെ പരിമിതിയും കൊണ്ടുമാണ്. അത് മനുഷ്യനെ അവിടുന്ന് അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ഉയരത്തിലേക്ക് ഉയർന്നു. എന്നിട്ട് അവന് കുറെ ദൂരത്തേക്ക് നോക്കാവുന്ന ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ ഇത് ഉരുണ്ടതാണ്.
അല്ല ഭൂമിയിലേക്ക് ഇറങ്ങി അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ സ്വാഭാവികമായ ഇത്തരത്തിലുള്ള പിന്നെ കോഗ്നിറ്റീവ് പിന്നെ ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് പരന്നതാണ്. അതുകൊണ്ടാണ് അതിനെ പിന്നെ ഉരുണ്ട ഇതിലേക്ക് സത്ത് ചെയ്തിട്ടുള്ളത്, ദഹവ് ചെയ്തിട്ടുള്ളത്, മദ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയണത്. ഭൂമി ഉരുണ്ടതല്ല, പരന്നതാണ് എന്ന്, അതിൽ ഉരുണ്ടതാന്ന് പറയുന്നത് വിദേഹത്താണ് എന്നൊക്കെ പറയുന്ന ഉലമാക്കളുണ്ട്. പല വലിയവരൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളത്തോളം അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇബ്നു ബാസൊക്കെ പിന്നെ എന്താ പേര് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ വളരെ കൃത്യമായിട്ട് ഉരുണ്ടതാന്ന് തന്നെ ആ നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് അതിൽ രസം അതാണ്, ഈ ഉരുണ്ട എന്നാൽ അതിൽ ഈ പറഞ്ഞ നമ്മളെ അനുഭവത്തിൽ വരുന്നിടത്ത് അത് പരന്നിട്ടാണ് ഉണ്ടാകുക. അവിടെ ഈ രൂപത്തിലുള്ള എല്ലാ ഇസ്തിഖ്റാറും ഉണ്ട്. അത് മാത്രമല്ല അവിടെ വെള്ളം കെട്ടി നിൽക്കണ്ടേ, വെള്ളം കെട്ടി നിൽക്കണം, എല്ലാം ഉണ്ട്. അൽഖൈന നാം ഇട്ടു അഥവാ സ്ഥാപിച്ചു, വി എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള അർത്ഥത്തിൽ. ഫിഹ ഭൂമിയിൽ, റവാസിയത്ത് റാസിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറച്ചു നിൽക്കുന്നത് എന്നാണ്. ഉറച്ചു നിൽക്കുന്നത് ഏതാണ്? പർവ്വതങ്ങളാണ്. ഖുർആനിലെ മറ്റൊരായത്തുകൊണ്ട് തന്നെ അപ്പൊ അതില് കഴിഞ്ഞു. ഇനി അതില് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതില്